എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വിഷയം പ്രമേഹം വൃക്കകളെയും ഞരമ്പുകളെയും ബാധിക്കാതിരിക്കാൻ. ആദ്യമായിട്ട് നമുക്ക് ഡോക്ടർ ജോളിയോട് ചോദിക്കാനുള്ളത്, ഈ ഡയബറ്റീസിൻ്റെ കാര്യം പറയുമ്പോൾ സാധാരണ നമ്മൾ അതിൻ്റെ ലക്ഷണങ്ങളായിട്ട് ക്ഷീണം, ദാഹം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലും പറയാറ്. ഈ വൃക്കയുടെ കാര്യത്തിലും ഞരമ്പിൻ്റെ കാര്യത്തിലും ഉള്ള ലക്ഷണങ്ങളൊക്കെ അങ്ങനെ ആദ്യമൊന്നും അറിയാതെ പോകാറുണ്ട്. അപ്പം ശരിക്കും ഈ ഡയബറ്റീസ് എങ്ങനെയാണ് ഈ വൃക്കയെയും ഞരമ്പുകളെയും ശരിക്കും ബാധിക്കുന്നത്? ഡയബറ്റീസ് ഷുഗർ കൂടുമ്പോൾ നമുക്ക് അത് കൂടുതൽ മൂത്രത്തിൽ കൂടെ പോകണമല്ലോ. ഷുഗർ കൂടുമ്പോൾ നമ്മുടെ ബോഡി അത് കൂടുതലാണ്, ടോക്സിനാണ്, ശരിക്കും വിഷം. നമുക്ക് എക്സസ് ഉള്ള എന്തും വിഷാംശമായിട്ടാണ് വരുന്നത്. അതിനെ കളയേണ്ട റെസ്പോൺസിബിലിറ്റിയാണ് ലിവറിനുള്ളത്, ലിവറിനും കിഡ്നിക്കും ഉള്ളത്. ലിവർ ഇങ്ങനെ ഷുഗർ കൂടുമ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനെ മാറ്റി കൊഴുപ്പാക്കി സംഭരിക്കാനാണ് ലിവർ നോക്കുന്നത്. പക്ഷെ അതിനും പറ്റാതെ വരുമ്പോൾ, ലിവറിന് പറ്റാതെ വരുമ്പോൾ കൊഴുപ്പാക്കി അത് നമ്മുടെ കൊഴുപ്പ് കോശങ്ങളിൽ കൊണ്ടുപോയി വെക്കുക, നമുക്ക് എക്സസ് ഗ്ലൂക്കോസ് വന്നിട്ടുണ്ടെങ്കിൽ. അത് പറ്റാതെ വരുമ്പോൾ പിന്നെ നെക്സ്റ്റ് ഓപ്ഷൻ എന്നുള്ളത് കിഡ്നി അതിനെ പുറത്തേക്ക് കളയണം. അതാണ് നമ്മൾ മൂത്രത്തിൽ ഷുഗർ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതാണല്ലോ, മൂത്രത്തിൽ കൂടെ ഷുഗർ പോകുന്നുണ്ടോ എന്നാണല്ലോ നമ്മൾ ഡയബറ്റീസിൻ്റെ ഒരു ടെസ്റ്റായിട്ട് തന്നെ ചെയ്യുന്നത്. അപ്പം ഈ ഷുഗർ മൂത്രത്തിൽ കൂടെ പോകുമ്പോൾ മൂത്രത്തിൽ കൂടെ അരിച്ച് കിഡ്നി കളയണമല്ലോ. അപ്പം അങ്ങനെ കിഡ്നിയുടെ വർക്ക് ലോഡ് കൂടുന്നതുകൊണ്ടാണ് ഒരു കാര്യം കിഡ്നിക്ക് അസുഖം വരാനായിട്ട്. ഓക്കെ, കിഡ്നി ഫെയിലിയർ വരുന്നതിൽ എൻ്റെ ഒരു റീസൺ. പക്ഷെ അതൊക്കെ കാലങ്ങൾ എടുത്തിട്ടാണ്. നമുക്ക് തന്നെ അറിയാം, 10-30 വർഷം ഷുഗറുമായിട്ട് നടന്നു കഴിഞ്ഞിട്ടാണ് ടൈപ്പ് 2 ഡയബറ്റീസ്. ഒരു വർഷങ്ങളായിട്ട് ഷുഗർ ഉള്ളവർക്കാണ് റീനൽ ഫെയിലിയറിലേക്ക് പോകുന്നത്. ഇനി ആരെങ്കിലും നേരത്തെ റീനൽ ഫെയിലിയറിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിന് കാരണം അവർക്ക് മറ്റുള്ള എന്തെങ്കിലും കിഡ്നി ഫെയിലിയറും കൂടെ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പം നെർവ്സിൻ്റെ കാര്യത്തിലാണേലും ഈ നെർവ്സിനെ ഡാമേജ് ചെയ്യുന്നതൊക്കെ ഫൈനലി വരുമ്പം ഈ ബ്ലഡിലാണല്ലോ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. തന്നെ ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ബ്ലഡിലാണ്. അപ്പം ബ്ലഡ് രക്തക്കൊഴലുകളിൽ കൂടി ഇങ്ങനെ എക്സസ് ടോക്സിൻ, ഗ്ലൂക്കോസ് ടോക്സിനായിട്ട് വേണം നമ്മൾ കാണാൻ. എക്സസ് ഗ്ലൂക്കോസ് കൂടുന്നതനുസരിച്ച് അത് ടോക്സിക്കാണ്. നമുക്ക് എപ്പോഴും ഏറ്റവും ബെസ്റ്റ് ഒരു 70 to 140. നമ്മൾ ഭക്ഷണം കഴിച്ചാൽ ഇമ്മീഡിയറ്റ്ലി ഒരു 140 ഒക്കെ വരെ വരാം. എപ്പോഴും ഒരു അറൗണ്ട് 100ൽ ഷുഗർ നിൽക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അതിങ്ങനെ 200-300ലേക്ക് ആകുമ്പോൾ ഇത്രയും കൂടുതൽ വിഷാംശമാണ് നടക്കുന്നത്. ഇതെല്ലാം ഏറ്റവും ആദ്യം ഡാമേജ് ചെയ്യുന്നത് നമ്മുടെ രക്തക്കൊഴലുകളെയാണ്. അപ്പം നെർവ്സിനും രക്തക്കൊഴലുണ്ട്. നെർവ്സിനും ഭക്ഷണം കിട്ടണമെങ്കിൽ, പോഷകം കിട്ടണമെങ്കിൽ രക്തക്കൊഴൽ വഴിയാണ് കിട്ടുന്നത്. അപ്പം ഈ രക്തക്കൊഴലുകൾക്ക് ഡാമേജ് വരുന്നത് കൊണ്ടാണ് പ്രൈമറിലി എല്ലാ ഓർഗൻസിനും. ഡയബറ്റീസ് നമ്മൾ അഫക്റ്റ് ചെയ്യാത്ത ഒരു ഓർഗനും ഇല്ല, കാരണം രക്തയോട്ടം ഇല്ലാത്ത ഒരു സ്ഥലവും ഇല്ല നമ്മുടെ ബോഡിയിൽ. ഇപ്പം കണ്ണിനാണേലും ടേസ്റ്റിനെ ആണെങ്കിലും, നമ്മളിപ്പോൾ അത് ഡയബറ്റിക്കാർക്ക് പലപ്പോഴും ടേസ്റ്റ് കാണുകയില്ല. അവർക്ക് ഭക്ഷണത്തിന് എപ്പോഴും ഭക്ഷണത്തിന് കംപ്ലൈൻറ്റ് പറയുന്നൊരു നേച്ചറും പലർക്കും ഉണ്ടാവും. അത് കാരണം അവർക്ക് ടേസ്റ്റ് അറിയാൻ പറ്റുന്നില്ലാത്തത് കൊണ്ടാണ്. അതുപോലെ നമുക്കറിയാമല്ലോ, കാലിൽ സെൻസേഷൻ പോവും. പിന്നെ എല്ലാ ഓർഗൻസിനെയും അഫക്റ്റ് ചെയ്യും ഈ ഗ്ലൂക്കോസ് കൂടുന്നത്. ഈ ഒരു ഡയബറ്റീസ് ഇങ്ങനെ ഡയഗ്നോസ് ചെയ്താൽ, ഷുഗർ കൂടുതലുണ്ടെന്ന് മനസ്സിലാക്കിയാൽ പിന്നെ ആളുടെ കിഡ്നിയുടെ ആരോഗ്യവും പിന്നെ ഞരമ്പുകളുടെ ആരോഗ്യവും വിലയിരുത്തുന്നത് എങ്ങനെയാണ്? കിഡ്നിയുടെ ആരോഗ്യം നമ്മൾ റീനൽ ഫങ്ഷൻ ടെസ്റ്റാണ് നമ്മൾ കിഡ്നിയുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്. അപ്പോൾ കിഡ്നിക്ക് ഡാമേജ് വരുന്നുണ്ടോ എന്ന് നമ്മൾ നേരത്തെ അറിയണമെങ്കിൽ കിഡ്നി ഫങ്ഷൻ ടെസ്റ്റ് എന്ന് പറയുമ്പം നമ്മൾ യൂറിൻ ചെക്ക് ചെയ്യാം. യൂറിൻ ഒരു പാർട്ടാണ് അതിനകത്ത് കൂടെ യൂറിന് ഷുഗർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം, അതിൻ്റെ കൂടെ പ്രോട്ടീനും കൂടെ കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം കൂടുതൽ കിഡ്നിയെ ബാധിച്ചിരിക്കുന്നതാണ്. ആദ്യത്തെ നിലയിൽ ഷുഗർ മാത്രമേ ഉണ്ടാവുള്ളൂ, പിന്നെ പ്രോട്ടീൻ ഉണ്ടാവും. പിന്നെ ഡയബറ്റിക് പേഷ്യൻസിന്, പ്രത്യേകിച്ച് ലേഡീസിന്, പലപ്പോഴും യൂറിനറി ഇൻഫെക്ഷൻ സ്ഥിരമായിട്ട് വരും. അതും നമുക്ക് കാണാൻ പറ്റും. പിന്നെ കുറേ കൂടെ ലെവൽ ഓഫ് കിഡ്നി ഡിസീസ് കൂടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഈ RBCs, നമ്മളുടെ ബ്ലഡ് സെൽസിലെ ഏറ്റവും ചെറിയൊരു ഇതാണ് RBCs. അതും അതിൽ കൂടെ ലീക്ക് ചെയ്യുന്നത് കാണാൻ പറ്റും. പിന്നെ ബ്ലഡ് നോക്കിയാൽ
യൂറിയയും യൂറിക് ആസിഡാണ് പലപ്പോഴും പലർക്കും നേരത്തെ തന്നെ യൂറിക് ആസിഡും കിഡ്നി ഫംഗ്ഷൻ്റെ ഒരു ഇതാണ്. പക്ഷേ യൂറിക് ആസിഡ് കൂടാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ടെൻഡൻസി എന്താണെന്ന് വെച്ചാൽ യൂറിക് ആസിഡ് ഉണ്ടാക്കുന്നത് നമ്മുടെ ബോഡി ബ്ലോക്ക് ചെയ്യാനുള്ള ചില മരുന്നുകളുണ്ട്, ഫ്ലവോക്സിഡ്. അത് ശരിക്കും പറഞ്ഞാൽ ഈ ഗൗട്ട് എന്ന് പറഞ്ഞ അസുഖത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ ഇത് ഗൗട്ടൊന്നും ഉണ്ടാവില്ല, ജസ്റ്റ് യൂറിക് ആസിഡ് കൂടിയെന്ന് പറഞ്ഞ് ആ മരുന്ന് കഴിക്കാൻ നടന്നു. അപ്പോൾ ഈ മരുന്ന് കഴിക്കുന്ന അതും കിഡ്നിക്ക് ദോഷമാണ്. കാരണം മരുന്നുകളെല്ലാം കിഡ്നി വേണമല്ലോ പുറത്തേക്ക് കളയാൻ. പക്ഷെ നമ്മൾ ചെയ്യുന്നത് നേരെ തിരിച്ചാണ്. യൂറിക് ആസിഡ് കൂടുമ്പോൾ നമ്മൾ ഡയറ്റ് കൺട്രോൾ ചെയ്ത് കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ടോ, കൂടുതൽ പ്രോട്ടീൻ കഴിച്ചിട്ടാണോ, അല്ലെ ഈ യൂറിൻ എന്നൊക്കെ പറഞ്ഞ് ചില DNA-യുടെ ഒരു മെറ്റബോളിക് പ്രോഡക്റ്റ് ആണ് യൂറിക് ആസിഡ് വരുന്നത്. അപ്പോൾ ഭക്ഷണം കുറയ്ക്കേണ്ടടുത്ത് നമ്മൾ നേരെ ചെയ്യുന്നത് എന്താ, യൂറിക് ആസിഡ് ഉണ്ടാകുന്ന പ്രൊഡക്ഷൻ തന്നെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമുക്ക് വരുന്ന ഒരു മിസ്റ്റേക്ക് വരുന്നത്. പിന്നെ നമ്മളെപ്പോഴും യൂറിയ ഒക്കെ ആണെങ്കിൽ യൂറിയ നമ്മളുടെ ഫുഡിൻ്റെ അനുസരിച്ച് മാറിക്കൊണ്ട് പിന്നെ ഏറ്റവും സെൻസിറ്റീവ് ഉള്ള ക്രിയാറ്റിനാണ്. ക്രിയാറ്റിനും നോക്കിയാൽ പോരാ, ശരിക്കും GFR നോക്കണം. പല ലാബിൻ്റെ അനുസരിച്ച് ചിലർ ഒരു ക്രിയാറ്റിൻ ഒരു 1.4 ഒക്കെ ആകുമ്പോഴാണ് അത് അബ്നോർമലാണെന്ന് കാണിക്കുക. അതിപ്പം ലോകത്ത് നമ്മൾ പലയിടത്തും റിപ്പോർട്ടൊക്കെ കാണും. ചിലപ്പോൾ GFR പല രാജ്യങ്ങളിൽ തന്നെ GFR ബിലോ 60 ആകുമ്പോഴാണ് അത് അബ്നോർമലായിട്ട് കാണിക്കുന്നത്. ശരിക്കും ഈ GFR 90ക്ക് മുകളിലായിരിക്കണം. 90ക്ക് മുകളിൽ തന്നെ താഴുമ്പോൾ 80സിലേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ കണ്ടുപിടിച്ച് നമ്മൾ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതനുസരിച്ച് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ റീനൽ ഫെയിലിയറിലേക്ക് പോകേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അപ്പം ഒന്നും നമ്മൾ കണ്ടുപിടിക്കാൻ താമസിക്കുന്നു. നമ്മുടെ മെഡിക്കൽ ഇൻ്റർനാഷണലി തന്നെ അത് ഒരു വളരെ ലാഗ് ചെയ്യുന്നൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പം ചില രാജ്യങ്ങളിൽ നിന്നുള്ള പേഷ്യൻസിൻ്റെ കാണാറുണ്ട് റിപ്പോർട്ട് വരുമ്പോൾ അവർ നോർമൽ വാല്യൂ ഇപ്പം 66 എന്നുള്ള GFR നോർമലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ പല ഇതിലും ക്രിയാറ്റിൻ വാല്യൂം ഈ ഒരു നോർമൽ റേഞ്ച് കൊടുക്കും, 0.6 to 1.2, ചിലർ 0.7 to 1.4 ഒക്കെയാണ്. അപ്പം ശരിക്കും അത് നോർമൽ എത്തുമ്പോൾ തന്നെ ഗ്രേഡ് 1 റീനൽ ഫെയിലിയർ വന്നു എന്നുള്ളതാണ്. ഗ്രേഡ് 2ലേക്ക് എത്തി. അതായത് 60ക്ക് വരുമ്പോൾ 60ക്ക് താഴെ എത്തുമ്പോഴേക്കും ബിറ്റ്വീൻ 60 ആൻഡ് 30 GFR എന്ന് പറഞ്ഞാൽ ഗ്രേഡ് 3 റീനൽ ഫെയിലിയറിലെത്തി. ഗ്രേഡ് 3 എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പാടാണ്. അതും പ്രത്യേകിച്ച് ലോയിലേക്ക് പോയാൽ പിന്നെ അത് ഫർദർ 4ലേക്കും 5ലേക്കും ഒക്കെ ഫാസ്റ്റായിട്ട് പോകും. നമ്മൾ വേണ്ട എന്താണെന്ന് വെച്ചാൽ നേരത്തെ ഗ്രേഡ് 1 റീനൽ ഫെയിലിയർ എത്തുമ്പോൾ തന്നെ ഇവൻ കണ്ടുപിടിച്ച് അത് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ യൂറിൻ ഒരു മൈക്രോ ആൽബുമിൻ എന്ന് പറഞ്ഞു പോകും. ഇതൊക്കെയാണ് ഏർലി സൈൻസ് വരുന്നത്. നെക്സ്റ്റ് ന്യൂറോപ്പതി നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂഷ്വലി നമുക്ക് സിംറ്റമാറ്റിക്കലി അറിയുന്നത് പുകച്ചിൽ, സെൻസേഷൻ കുറയുക, ഇതൊക്കെ ആയിരിക്കും. അപ്പോൾ പലർക്കും ഉണ്ടാവും ന്യൂറോപ്പതിയുടെ തുടക്കത്തിൽ കൈക്കും കാലിനും ഒക്കെ മരവിപ്പ്, തരിപ്പ് ഒക്കെ ആയിരിക്കും. ആ സ്റ്റേജ് വെച്ച് തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയബറ്റിക് ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ വലിയ കൂടുതൽ ടെസ്റ്റും സെൻസറി നെർവ് കണ്ടക്ഷൻ സ്റ്റഡി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നെർവ് കണ്ടക്ഷൻ സ്റ്റഡി ഒന്നും ചെയ്തിട്ട് പ്രത്യേകിച്ച് നമ്മളൊന്നും നേടാനില്ല. എന്തോരം പോയിട്ടുണ്ടെന്ന് നോക്കാം. പിന്നെ ഹിയറിംഗ് കുറവ്, ടേസ്റ്റ് കുറവ്, ഇതിലേത് കണ്ടിട്ടുണ്ടെങ്കിലും നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ സെൻസേഷൻ കുറയുകയാണെന്ന്. അതിൽ കണ്ടക്ഷൻ സ്റ്റഡി അല്ല വേണ്ടത്. നമുക്ക് ടൈപ്പ് 2 ഡയബറ്റീസ് 100%ഉം റിവേഴ്സ് ചെയ്യാവുന്ന കാര്യമാണ്. നമ്മൾ കൂടുതൽ ഗ്ലൂക്കോസ് കഴിച്ചിട്ട് മാത്രമാണ് നമുക്ക് ടൈപ്പ് 2 ഡയബറ്റീസ് വരുന്നത്. 100% നമുക്ക് ഡയറ്റ് കൊണ്ടും എക്സസൈസ് കൊണ്ടും കൺട്രോൾ ചെയ്ത് റിവേഴ്സ് ചെയ്യാവുന്ന ഒരു രോഗമാണ്. പക്ഷെ മരുന്ന് വെച്ചോ ഇൻസുലിൻ എടുത്തോ പറ്റില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായാൽ അതനുസരിച്ച് നമുക്ക് നമ്മളുടെ ബോഡിയുടെ ജെനറ്റിക്സ് അനുസരിച്ച് നമ്മളെ ഉണ്ടാക്കിയിരിക്കുന്നതനുസരിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. നമ്മളുടെ ബോഡിയുടെ പ്രത്യേകത അനുസരിച്ച് അതിന് മാത്രമുള്ള ഭക്ഷണം കഴിക്കുക, അതിനെ അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്യാനുള്ള എക്സസൈസ് ചെയ്യുക. ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, ഡയബറ്റീസ് എന്നല്ല, എല്ലാ ഡയസ്റ്റഡ് ഡിസീസും മാറാൻ പറ്റുന്നതേ ഉള്ളൂ. ഈ ഞരമ്പിൻ്റെ ബുദ്ധിമുട്ട് ഈ ഡയബറ്റീസുകാർക്ക് വരുമ്പോൾ ഇങ്ങനെ പറഞ്ഞു കേൾക്കാറുള്ളത് ആ ഞരമ്പിൻ്റെ പ്രോബ്ലവും വേദനയും അങ്ങനത്തെ ഇഷ്യൂസിന് വേണ്ടി അതിനു വേണ്ടി തന്നെ ചികിത്സിക്കാവുന്നതാണ് എന്നുള്ളത്. അപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ളവർക്ക് ഡയബറ്റീസ്, ഷുഗർ കൺട്രോൾ ചെയ്യാനും ഈ വേദന അനുഭവിക്കാതിരിക്കാനുമുള്ള മരുന്നുകളാണ് കൊടുക്കാറുള്ളത്.
പക്ഷെ അതേസമയം പറഞ്ഞു കേട്ടേക്കുന്നത് ഈ വേദന അനുഭവിക്കാതിരിക്കുന്നത് ശരിക്കും ആ നെർവിനെ എന്തെങ്കിലും ചെയ്തിട്ടല്ല, നമ്മളുടെ ആ വേദനയുടെ സെൻസേഷൻ അങ്ങ് ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ള. ശരിക്കും എന്താണ് ഇതിനുള്ള മരുന്നുകൾ ചെയ്യുന്നത്? ശരിക്കും ന്യൂറോളജിക്ക് പെയിനിന് വെരി ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മരുന്നും ഇല്ല. അത് ആദ്യം മനസ്സിലാക്കുക. പിന്നെ കുറച്ച് മരുന്നുകൾ വേദനയെന്ന് പറയുമ്പോൾ ഡോക്ടേഴ്സ് എന്തെങ്കിലും തന്നല്ലേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് പെയിൻ കില്ലേഴ്സ് എടുക്കാം, ഒരു ഇഫക്റ്റും കാര്യമായിട്ടുണ്ടാവില്ല. ചിലപ്പോൾ 1-2 ദിവസം കൊണ്ട് കിട്ടും. പക്ഷേ ഇത് ജീവിതകാലം മുഴുവൻ നമുക്ക് പെയിൻ കില്ലേഴ്സ് എടുക്കാൻ പറ്റില്ലല്ലോ. ഓൾറെഡി ഡയബറ്റിക് പേഷ്യൻ്റ് കിഡ്നി ഡാമേജ്ഡ് ആയിരിക്കും. അപ്പം പെയിൻ കില്ലേഴ്സ് NSAID വിഭാഗത്തിൽപ്പെട്ടതൊക്കെ നമുക്ക് കൂടുതൽ ദിവസം ഫ്യൂ ഡേയ്സ് കഴിച്ചാൽ കുഴപ്പമില്ല. പക്ഷെ ജീവിതകാലം മുഴുവൻ ഈ ഡൈക്ലോഫെനാക് ഒന്നും പോലെയുള്ള എടുക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ റെഗുലർലി എടുത്ത് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രഗാബാലിൻ എന്നൊക്കെ പറഞ്ഞൊരു മരുന്നുണ്ട്. അത് ന്യൂറോളജിക്കൽ കോസിന് കൊടുക്കുന്നത്, പ്രത്യേകിച്ച് ഈ എപ്പിലെപ്സിക്ക് കൊടുക്കുകയും, എപ്പിലെപ്സി അതുപോലെ ചുഴലിദീനം എന്ന് പറയില്ല അതിന് കൊടുക്കുന്നത്. പിന്നെ സൈക്യാട്രിക് മെഡിസിൻ ആയിട്ട് അത് ഉപയോഗിക്കുന്ന ആ മരുന്നാണ്. പിന്നെ നമ്മൾ ഞാൻ കൂടുതലും കാണുന്ന അതാണ്, കണ്ടിന്യൂസ് ആയിട്ട് വർഷങ്ങളായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന പേഷ്യൻറ്റിനെ കാണാറുണ്ട്. പക്ഷെ അതുകൊണ്ട് അവർക്ക് വേദനയൊക്കെ ഉണ്ടാവും. പിന്നെ ഇത് ന്യൂറോളജിക്കൽ പെയിൻ ആണെന്ന് പറഞ്ഞ് കഴിക്കുന്നുണ്ടെന്നല്ലാതെ കാര്യമായ ഒരു ബെനിഫിറ്റ് ഇതിനകത്ത് കാണുകയില്ല. അപ്പം എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡയബറ്റീസ് ഞാൻ അതായത് ക്ലിനിക്കൽ സപ്പോർട്ടോട് കൂടി സ്വയം ജീവിതശൈലി കറക്റ്റാക്കി ചെയ്യാൻ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തവരാണല്ലോ മരുന്ന് കഴിച്ച് മൾട്ടിപ്പിൾ മരുന്നുകളായിട്ട് നടക്കുന്നത്. അങ്ങനെ മൾട്ടിപ്പിൾ രോഗങ്ങളും മൾട്ടിപ്പിൾ മരുന്നുകളും കഴിക്കുന്നവരാണ് കൂടുതൽ പേരും ഈ ക്ലിനിക്കൽ സപ്പോർട്ട് ജീവിതശൈലി ക്രമീകരണത്തിന് വരുന്നത്. ഞാനൊരു 4-5 ഗുളികയും അതിൻ്റെ കൂടെ, അതായത് ടൈപ്പ് ഗുളികകൾ, 5 തരം ഗുളിക ടൈപ്പ് മരുന്നും പിന്നെ 2-3 നേരം ഇൻസുലിനൊക്കെ എടുക്കുന്ന പേഷ്യൻറ്റിനെയും കാണാറുണ്ട്. അതിൽ ടൈപ്പ് 2 ഡയബറ്റീസ് ആണോ എന്ന് ആദ്യം ഡയഗ്നോസ് ചെയ്തത് ഇൻസുലിനും C-പെപ്റ്റൈഡും വെച്ച് നമ്മൾ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പാൻക്രിയാസ് ആവശ്യത്തിന് ഇൻസുലിൻ ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് രോഗിയുടെ പാൻക്രിയാസ് ആവശ്യത്തിന് ഇൻസുലിൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതാണ് ടൈപ്പ് 2 ഡയബറ്റീസ്. അവരുടെ നമ്മൾ എല്ലാ മരുന്നും നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. സ്റ്റോപ്പ് ചെയ്തിട്ടാണ് ഇത് തുടങ്ങുന്നത്. കാരണം ലോ കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ ഡയറ്റാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ ഡയബറ്റിക് മെഡിസിൻ എല്ലാം എടുത്തു കഴിഞ്ഞാൽ ഷുഗർ താന്നു പോകും. അതാണ് ഏറ്റവും വലിയ ഡേഞ്ചർ. അതുകൊണ്ട് കംപ്ലീറ്റ് മരുന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടാണ് എടുക്കുന്നത്. വിതിൻ 24 കറക്റ്റായിട്ട് നോക്കുന്ന പേഷ്യൻ്റാണെങ്കിൽ വിതിൻ 24 അവർ തന്നെ ഷുഗർ കൺട്രോൾ ആയിട്ടുണ്ടാകും. കാരണം മെഡിസിൻ നിർത്താൻ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. എല്ലാവരുടെയും കയ്യിൽ നമ്മൾ ഇൻസുലിൻ വീട്ടിലിരുന്ന് നോക്കാം. ഈവൻ ഇപ്പം നമുക്ക് അവൈലബിൾ ആണ് 24 അവർ മോണിറ്ററിങ്. 15 ഡേയ്സിന് നമ്മളൊരു ആപ്ലിക്കേറ്റർ പോലെ വെച്ചിട്ട് നോക്കുന്നത് കൊണ്ട് അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം 2 വീക്സ് കൂടുതൽ ആർക്കും വേണ്ടി വരുന്നില്ല. 2 വീക്സ് ഇനിഷ്യൽ സ്റ്റേജിൽ മോണിറ്ററിങ്ങിന് വേണ്ടി അതുപോലും വെക്കുന്നത് കൺവീനിയൻ്റ്. പിന്നെ അതിനൊക്കെ ഒരു കോസ്റ്റ് വരുന്നതുകൊണ്ട് അതിൻ്റെ പോലും ആവശ്യം വരുന്നില്ല. കാരണം 1 or 2 വീക്സ് കൊണ്ട് ഇതൊക്കെ തീരുകയാണ്. നമ്മളിത് എടുക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഫ്യൂ ഡേയ്സ് കഴിയുമ്പോൾ നമ്മൾ ആദ്യം തുടങ്ങുമ്പോഴേ 4 നേരം നോക്കും. പിന്നെ ഷുഗർ കൺട്രോൾ ആണെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 നേരത്തിലേക്കാക്കും. പിന്നെ HbA1c നോർമൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വൺസ് ഇൻ എ വേയിൽ മാത്രം ഷുഗർ നോക്കിയാൽ മതി. അപ്പം HbA1c പോലും നമ്മൾ നോക്കുന്നത് 3 മന്ത്സിൻ്റെ ആവറേജ് എന്നാണല്ലോ പറയുന്നത്. പക്ഷെ ഇതിലങ്ങനെയല്ല, എവറി വീക്ക് നോക്കും. നമുക്ക് HbA1c പോലും ഓരോ ആഴ്ചയും കുറഞ്ഞു വരുന്നത് കാണാം. അപ്പോൾ അത്ര ഫാസ്റ്റ് റിസൾട്ടാണ് വരുന്നത്. അതിൻ്റെ കൂടെ പ്രഷറോ കൊളസ്ട്രോളോ ഒക്കെ ഉള്ളവരുടെ അതും കുറഞ്ഞു തന്നെ വരും. അപ്പം മിക്കവാറും ഈ ഡൈജസ്റ്റീവ് ഡിസീസസിന് എടുക്കുന്ന മെഡിസിൻസ് ഇതിന് 1 മാസം കൊണ്ട് എല്ലാം, ഡയബറ്റീസിൻ്റെ ഒരു ദിവസം കൊണ്ട് തന്നെ തുടങ്ങുന്ന ഫസ്റ്റ് ഡേ തീരുകയാണ്. ബാക്കിയുള്ളതെല്ലാം തന്നെ 1 മന്തിനുള്ളിൽ തീരും. അപ്പം അത്രയും ഇഫക്റ്റീവായിട്ട് ചെയ്യാമെന്നുള്ള എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ അസുഖങ്ങളൊക്കെ നമുക്ക് ഇതുകൊണ്ട് മാറ്റാവുന്നേ ഉള്ളൂ. അത് മാത്രമല്ല, നമ്മളുടെ ഞാൻ കാണുന്നത് വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഈവൻ ഡയബറ്റീസിന് കൃത്യമായിട്ട്, അതായത് മെറ്റിക്കുലസ് ആയിട്ട് മരുന്ന് കഴിക്കുക, ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരിക്കുന്നവർക്കും ന്യൂറോപ്പതിയും വരുന്നുണ്ട്, നെഫ്രോപ്പതിയും വരുന്നുണ്ട്. കിഡ്നി ഡാമേജ് ഉള്ളവർക്കും വരുന്നുണ്ട്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടൈപ്പ് 2 ഡയബറ്റീസിൽ ഇൻസുലിൻ മാത്രമല്ല നമ്മുടെ രക്തക്കൊഴലുകളെയും സിസ്റ്റത്തിനെയൊക്കെ ഡാമേജ് ചെയ്യുന്നത്. അത് നമ്മളുടെ ഷുഗർ മാത്രമല്ല, ഗ്ലൂക്കോസ് മാത്രമല്ല, ഇൻസുലിനും കൂടെ ഡാമേജ് ചെയ്യുകയാണ്.
അപ്പം 2 കാര്യങ്ങൾ ഡാമേജ് ചെയ്യുക. അപ്പം നമ്മളെന്താ ചെയ്യുന്നത്? മരുന്ന് കഴിക്കുമ്പം കൃത്യമായിട്ട് മരുന്ന് കഴിച്ചിട്ടും എന്തുകൊണ്ടാണ് ന്യൂറോപ്പതിയും നെഫ്രോപ്പതിയും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് മാത്രമല്ല അതിനകത്ത് പ്രോബ്ലം ഉണ്ടാക്കുന്നത്, ഇൻസുലിനും കൂടെ പ്രോബ്ലം ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നമ്മളുടെ ഇൻസുലിൻ്റെ അളവും കൂടുതലാണ് ടൈപ്പ് 2 ഡയബറ്റീസിൽ. ജനറലി പബ്ലിക്കിന് എല്ലാവർക്കും ഒരു വിചാരമുണ്ട്, ഞാൻ ഈവൻ ഡോക്ടേഴ്സ് കണ്ടിട്ടുണ്ട്, ടൈപ്പ് 2 ഡയബറ്റീസിന് ഇൻസുലിൻ്റെ കുറവല്ലേ എന്ന് ചോദിക്കുന്ന ഡോക്ടർമാരെ പോലും കണ്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ പബ്ലിക്കിൻ്റെ കാര്യത്തിൽ പറയേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പഴയ കാലത്ത് ഇപ്പം ഞാനൊക്കെ MBB മെഡിസിൻ പഠിക്കുന്ന കാലത്തോ ഈവൻ PGക്ക് പഠിക്കുന്ന കാലത്ത് പോലും ആ ഡിസ്റ്റിങ്ഷൻ നമുക്കത്ര അറിയില്ലായിരുന്നു. കാരണം നമുക്ക് അന്നൊന്നും ഇൻസുലിൻ ടെസ്റ്റ് ചെയ്യാനുള്ള മാർഗ്ഗമില്ല. ഡയബറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്പ് 1ഉം ടൈപ്പ് 2ഉം തമ്മിലൊന്നും വലിയ വ്യത്യാസങ്ങളൊന്നും അന്നുണ്ടായിരുന്നില്ല. ടൈപ്പ് 1നാണ് ഇൻസുലിൻ മാത്രമേ പറ്റുള്ളൂ, ടൈപ്പ് 2നാണ് ഏത് വേണേലും എടുക്കാം. ആ ഒരു ഇതേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഇപ്പം നമ്മൾ അപ്ഡേറ്റിംഗ് ഒക്കെ ഇല്ലാത്ത പല ഡോക്ടർമാർക്ക് പോലും അതറിയത്തില്ലാത്തതുണ്ടാകും. വെരി ക്ലിയർ ആണ്. ഇന്നിപ്പോൾ നമുക്ക് അതിനൊക്കെ വളരെ ക്ലിയർ ആയിട്ട് അറിയാം. ടൈപ്പ് 2 ഡയബറ്റീസിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്, ഇൻസുലിൻ്റെ കുറവില്ല. അപ്പോൾ പക്ഷേ നമ്മൾ ഈ കൊടുക്കുന്ന മരുന്നെല്ലാം വീണ്ടും ഇൻസുലിൻ്റെ അളവ് കൂട്ടാനായിട്ടാണ്. അപ്പം നമുക്ക് ശരിക്കും ഇൻസുലിനൊക്കെ നമുക്കൊരു 4ഓ 5ഓ ഒക്കെ മതി നമ്മളുടെ നോർമലായിട്ടുള്ള ഒരാൾക്ക്. നമ്മൾ 300 ഒക്കെ ഉള്ളവരെ കാണുന്നുണ്ട്. അപ്പോൾ അത് കുറേ മരുന്നും കൂടി എടുത്ത് 10ഉം 300ഉം ആയിട്ട് ഇൻസുലിൻ എടുക്കുക. എന്ത് സാധനവും പ്രത്യേകിച്ച് ഹോർമോൺസ് കൂടുന്നത് അപകടമാണെന്ന് നമുക്കറിയാമല്ലോ. സെയിം തിങ് ആണ് കാണിക്കുന്നത് ഇൻസുലിൻ്റെ കാര്യത്തിലും. ആൻഡ് ഇൻസുലിൻ ഇഞ്ചക്ഷനൊക്കെ എടുത്തുകൊണ്ട് നടക്കുന്നവർക്ക് പലർക്കും ഇൻസുലിൻ ലെവൽ ഭയങ്കര ഹൈ ആയിരിക്കും. അപ്പോൾ അതും ഡാമേജിങ് ആവുന്നു. അതുകൊണ്ടാണ് നമ്മൾ എന്തൊക്കെ മരുന്നും ഇൻസുലിനും എടുത്തിട്ടും ന്യൂറോപ്പതിയും നെഫ്രോപ്പതിയും മറ്റു കോംപ്ലിക്കേഷൻ നെഫ്രോപ്പതിയും അതുപോലെ തന്നെ ഹാർട്ടിന് വരുന്ന ഹാർട്ട് അറ്റാക്കിൽ വരുന്ന പേഷ്യൻ്റ് ഈ സ്റ്റെൻറ്റും ബൈപ്പാസും ചെയ്യുന്ന 90% പേരും ഡയബറ്റിക് പേഷ്യൻസാണ്. അതിൻ്റെയും കാരണം ഇത് തന്നെയാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. ഈ കിഡ്നിയുടെ കാര്യം പറയുമ്പോൾ കിഡ്നിയുടെ ഫങ്ഷൻ കുറയുമ്പോൾ പറയുന്നത് ആ സമയത്ത് പലപ്പോഴും മരുന്ന് കഴിക്കേണ്ടി വരുന്നത് പ്രഷറിൻ്റെയും കൊളസ്ട്രോളിൻ്റെയും മരുന്ന് കഴിക്കണം, കൂടാതെ ഡയബറ്റീസിൻ്റെ മരുന്നും കഴിക്കണം. അപ്പം ഇങ്ങനെ ഈ പ്രഷറും കൊളസ്ട്രോളും ഡയബറ്റീസിൻ്റെയും മരുന്നുകൾ കഴിക്കുകയും അത് എങ്ങനെയാണ് ഈ കിഡ്നിയുടെ ആരോഗ്യത്തെ ബാധിക്കുന്നത്? ഡയബറ്റിക് പേഷ്യൻസിന് എല്ലാവർക്കും കിഡ്നി ഡാമേജ് ഒക്കെ നല്ലതിലെത്തുമ്പോഴേക്കും അവർക്ക് ഇൻവേരിയബിളി കൊളസ്ട്രോളിന് ശരിക്കും അവരുടെ മെയിൻ പ്രോബ്ലം ഡിസ്ലൈപ്പിഡീമിയ. അവിടെ കൊളസ്ട്രോളിനേക്കാളും കൂടുതൽ ഒരു ട്രൈഗ്ലിസറൈഡ് കൂടുതലായിരിക്കും. അതുപോലെ SDL നല്ല കൊളസ്ട്രോൾ, അതാണ് ഈ ഇതിൽ ഈ ഫാറ്റിനെയും കൊണ്ട് നടക്കുന്ന കൊഴുപ്പിനെയും കൊണ്ട് നടക്കുന്ന ഹൈ ഡെൻസിറ്റി ലൈപ്പോപ്രോട്ടീൻ എന്ന് പറയും. അതിനകത്ത് കൂടുതലും ലോ ഡെൻസിറ്റി ലൈപ്പോപ്രോട്ടീൻ ആയിരിക്കും, അതായത് കൂടുതൽ ഫാറ്റ് ആയിട്ടുള്ളതായിരിക്കും ഇവരുടെ ബ്ലഡിൽ കൂടുതലുള്ളത്. അപ്പം അത് കുറച്ചുകൊണ്ട് ഈ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുന്ന് കഴിക്കുക എന്ന് പറഞ്ഞാൽ അത് കൊളസ്ട്രോളിൻ്റെ പ്രൊഡക്ഷനെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. കൊളസ്ട്രോൾ ശരിക്കും പറഞ്ഞാൽ ആനിമൽ ഫുഡിൽ മാത്രമേ കൊളസ്ട്രോൾ ഉള്ളൂ, പക്ഷേ വെജിറ്റേറിയൻസിനും കൊളസ്ട്രോൾ കൂടുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൊളസ്ട്രോളിന് മരുന്ന് കഴിക്കുകയല്ല വേണ്ടത്. ശരിക്കും പറഞ്ഞാൽ കൊളസ്ട്രോളിന് മരുന്ന് കഴിക്കേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, കഴിച്ചുകൊണ്ടിരിക്കുന്നവരൊന്നും നിർത്താനല്ല ഞാൻ പറയുന്നത്. നമുക്ക് ട്രൈഗ്ലിസറൈഡ് കൺട്രോൾ ചെയ്യണം, അതാണ് മോർ ഇമ്പോർട്ടൻറ്റ്. ട്രൈഗ്ലിസറൈഡ് കൺട്രോൾ ചെയ്യാൻ നമ്മൾ ഒരു മരുന്നിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഈ ഗ്ലൂക്കോസ് കൺട്രോൾ ചെയ്യാൻ കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കണമെന്ന് പറഞ്ഞ പോലെ ട്രൈഗ്ലിസറൈഡ് കൺട്രോൾ ചെയ്യണേ കാർബോഹൈഡ്രേറ്റും കുറയ്ക്കണം, നമ്മൾ കൊഴുപ്പും കുറയ്ക്കണം നമ്മുടെ ഫുഡിൽ. അപ്പോൾ ഒന്ന് ഡയറക്റ്റ്ലി വരുന്ന കൊഴുപ്പ്, പിന്നെ ഗ്ലൂക്കോസിൽ നിന്ന് മാറ്റി കൊളസ്ട്രോൾ ട്രൈഗ്ലിസറൈഡ് ആക്കുന്നത്. ഈ 2 കാര്യങ്ങൾ കൊണ്ട് ട്രൈഗ്ലിസറൈഡ് കൂടുകയുള്ളൂ. അപ്പോൾ ഈ ട്രൈഗ്ലിസറൈഡിനെ നോർമൽ ആക്കാനാണ് നമ്മൾ ചെയ്യേണ്ടത്. കൊളസ്ട്രോൾ ഒക്കെ തന്നെ നോർമൽ ആയിക്കോളും, കാരണം നമ്മുടെ ബോഡി ഉണ്ടാക്കുന്നതാണ്. കൊളസ്ട്രോൾ നമുക്ക് വൈറ്റമിൻ ഡി ഉണ്ടാക്കാൻ വേണം, പലതരം ഹോർമോൺസ്, സെക്സ് ഹോർമോൺസ്, മിനറലോകോർട്ടിക്കോയിഡ്, ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്, ഇതൊക്കെ ഉണ്ടാക്കാൻ വേണം. അപ്പോൾ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുകയും കുറയുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അത് ബോഡി അത് നമ്മൾ ആവശ്യമില്ലാത്തടത്തൊന്നും നമ്മൾ കൺട്രോൾ എടുക്കാൻ നോക്കണ്ട. അത് നമ്മുടെ ബോഡി ഡിസൈൻ ചെയ്തിരിക്കുന്ന അങ്ങനെയാണ്. അത് വേണ്ടപ്പോൾ കൂടും കുറയ്ക്കും. കാരണം കൂടുതൽ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ വരുവാണെങ്കിൽ മോർ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് ഉണ്ടാക്കണം, അപ്പോൾ കൊളസ്ട്രോൾ കൂടും. അപ്പോൾ അത് നാച്ചുറൽ മെക്കാനിസം. അതുപോലെ
ഒരു റീപ്രൊഡക്റ്റീവ് ഏജിലോ മറ്റേ സെക്സ് ഹോർമോൺസ് ഉണ്ടാക്കാൻ അത് വേണം. അപ്പം നമ്മുടെ പ്രായം കൂടുമ്പോൾ കൊളസ്ട്രോൾ കൂടാനുള്ള ഒരു കാര്യം അതാണ്. അപ്പോൾ റീപ്രൊഡക്റ്റീവ് ഹോർമോൺസിൻ്റെ ഒരു കുറവ് വരികയാണ്. എന്നിട്ട് നമുക്ക് റീപ്രൊഡക്റ്റീവ് ഹോർമോൺസ് കൂട്ടാൻ മുന്നായിട്ട് എടുക്കാനും പറ്റില്ല ഓവറായിട്ട്. അപ്പോൾ അത് അങ്ങനെയൊക്കെ കുറച്ച് മെക്കാനിസംസ് ഉണ്ട്. അപ്പം ഈ കിഡ്നി പ്രോബ്ലം ഉള്ളവർക്കും കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും ഒക്കെ കൂടുതലുണ്ടാവും. അതിൻ്റെ കൂടെ BP ഉണ്ടാവും. കാരണം രക്തക്കുഴലുകൾ അടവുണ്ടാവും. പിന്നെ ഇൻസുലിൻ തന്നെ നമ്മൾ എടുക്കുന്ന ഡയബറ്റീസിന് വേണ്ടി എടുക്കുന്ന ഇൻസുലിൻ തന്നെ BP കൂട്ടും. കാരണം ഇൻസുലിന് സോഡിയം റിട്ടൻഷൻ നമ്മൾ പറയുമല്ലോ BP ഉള്ളവരോടൊക്കെ ഉപ്പ് കുറയ്ക്കാൻ. പക്ഷേ ഇൻസുലിൻ്റെ ഒരു ആക്ഷൻ തന്നെ അതാണ്, നാച്ചുറലി സോഡിയം റിട്ടൻഷൻ ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഡയബറ്റിക് പേഷ്യൻസ് ആലോചിച്ച് നോക്കിയാൽ അറിയാം, വർഷങ്ങളായിട്ടുണ്ടാവും, അവർ മറന്നു പോയിട്ടുണ്ടാവും, ഇതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ആലോചിച്ച് നോക്കിയാൽ അറിയാം, പലപ്പോഴും ഡയബറ്റീസിന് ആദ്യം മരുന്ന് തുടങ്ങി, അത് കഴിഞ്ഞിട്ടായിരിക്കും BPക്ക് മരുന്ന് തുടങ്ങേണ്ടി വന്നത്. തിരിച്ചും വരാം, ഡയബറ്റീസ് BPക്ക് മരുന്ന് തുടങ്ങി അത് കഴിയുമ്പോഴായിരിക്കും ചിലപ്പം ഡയബറ്റീസിന് വരുന്നത്. കാരണം BPക്ക് ആദ്യമേ മരുന്ന് തുടങ്ങേണ്ടി വരുമ്പോൾ അവർക്ക് കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും കൂടുതലായിരിക്കുന്നവർക്ക് ആദ്യം വരുന്നത് ചിലപ്പം BP ആയിരിക്കും. കാരണം കിഡ്നിയിലേക്കുള്ള രക്തക്കുഴലുകൾ അടഞ്ഞ് കിഡ്നിക്ക് രക്തക്കുഴലുകൾക്ക് ഡാമേജ് വരുത്തുന്ന ഒന്നെങ്കിൽ കൊഴുപ്പ് അല്ലെങ്കിൽ ഗ്ലൂക്കോസ്. ഡയബറ്റീസ് ഉള്ളവർക്ക് ഇൻവേരിയബിളി ഗ്ലൂക്കോസും കൂടെ കൊഴുപ്പും കൂടെ കൂടുതലായിരിക്കും. കൊഴുപ്പ് മുതൽ കൂടുതൽ കാരണമുള്ള ഡാമേജും വരും. ഈ 2 കാര്യങ്ങളാണ് നമ്മളുടെ ഡാമേജുകൾക്ക് 90% കാരണം വരുന്നത്. ഇതെല്ലാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ മാത്രം ബേസ് ചെയ്താണ് ഇരിക്കുന്നത്. ഭക്ഷണവും എക്സസൈസും. എക്സസൈസ് ഇല്ല, ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ല, ഭക്ഷണം കൂടുതൽ കഴിക്കുന്നു. ആ 2 കാര്യങ്ങൾ മാത്രമാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ അഡീഷണൽ കാര്യങ്ങൾ, ഈ ജങ്ക് ഫുഡ് കൂടുതൽ കഴിക്കും, ന്യൂട്രീഷൻ്റെ കുറവും വരുന്നുണ്ട്. പിന്നെ കൂടുതൽ ടോക്സിനും വരുന്നുണ്ട്. എല്ലാ കളറും പ്രിസർവേറ്റീവ്സും ടേസ്റ്റ് മേക്കേഴ്സും എല്ലാം ആഡ് ചെയ്ത് അത് വീണ്ടും നെർവ്സിനെയും കിഡ്നിയും ലിവറിനെയും എല്ലാം ഡാമേജ് ചെയ്യും. സോ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സാണ് വരുന്നത്. നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഇതാണ്. അത് മനസ്സിലാക്കിയെടുത്ത് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ മരുന്ന് കഴിച്ചുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ നോക്കിയാൽ ഒന്നും നടക്കുകയില്ല. ഈ ക്രിയാറ്റിൻ 1.9 എന്ന് പറയുന്നത് കൂടുതലാണോ കുറവാണോ? അതിൻ്റെ ഒപ്പം ഫ്രീക്വന്റ് യൂറിനേഷനും കൂടെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് മനസ്സിലാക്കാനുണ്ടോ? 1.9 അതെ, 1.9. 1.9 ആണെങ്കിൽ ഡെഫിനറ്റ്ലി റീനൽ ഇതുണ്ട്. ഒരു സ്റ്റേജ് 3 റീനൽ ഫെയിലിയറിലും എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഫ്രീക്വന്റ് യൂറിനേഷൻ ഉണ്ടെങ്കിൽ ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ ഡയബറ്റിക് കൺട്രോൾ ഇല്ലാത്തത് കൊണ്ടാവാം. പിന്നെ മിഡിൽ ഏജ് ആയിട്ടുള്ളവരാണെങ്കിൽ, മെയിലാണെങ്കിൽ പ്രോസ്റ്റേറ്റ് പ്രോബ്ലംസ് തുടങ്ങിയിട്ടുണ്ടാകാം. പിന്നെ അപ്പം അത് ബേസിക്കലി അത് രണ്ടുമാണ് വരാവുന്നത്. അപ്പം ഡെഫിനറ്റ്ലി ചെക്ക് ചെയ്യുക, കിഡ്നി ഫങ്ഷൻ നോക്കുക, GFR നോക്കുക. അപ്പം മിക്കവാറും അതൊരു ഇപ്പം 1.9 എത്തിയിട്ടുണ്ടെങ്കിൽ മേ ബി അറൗണ്ട് 60, ചിലപ്പോൾ 60ക്ക് താഴെ പോയിട്ടുണ്ടാവും, ഓർ 64, 65 അതായിരിക്കും. അത് ഓരോരുത്തരുടെയും അതൊരു ഹൈറ്റും വെയ്റ്റും അങ്ങനത്തെ കുറേ ഏജും ഒക്കെ കൂടെ വെച്ചിട്ടുള്ള ഒരു പാരാമീറ്റർ വെച്ചാണ് GFR വരുന്നത്. പിന്നെ നോക്കേണ്ട യൂറിന് മൈക്രോ ആൽബുമിൻ ഉണ്ടോ എന്നുള്ളതാണ്. പിന്നെ യൂറിക് ആസിഡും നോക്കാം. കിഡ്നി ഫങ്ഷൻ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ബ്ലഡ് യൂറിയ, ക്രിയാറ്റിൻ, യൂറിക് ആസിഡ്. പക്ഷെ പല ലാബും GFR തരില്ല. അപ്പം ചില ലാബ്സൊക്കെ GFR തരും. അപ്പോൾ നമ്മൾ സ്പെസിഫിക്കലി GFR വേണമെന്നുള്ളതും കൂടെ പറയുക. അതിൽ തന്നെ ചിലയിടത്ത് പലതും തമ്മിലുള്ള വാല്യൂസിന് വേരിയേഷൻസ് ഒക്കെ വരും. പക്ഷെ ജനറലി അത് നോക്കുക. പിന്നെ മൈക്രോ ആൽബുമിനും നോക്കുക. ഇതിൽ കൂടുതലുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കുക. അല്ലെങ്കിൽ നമ്മൾ അറിയില്ല, ഈ 1.9 നിന്ന് 3 or 4 വന്ന് 4th സ്റ്റേജ്, ഫൈനൽ സ്റ്റേജ്, 5th സ്റ്റേജ് ഓഫ് റീനൽ ഫെയിലിയറിലേക്ക് പോകാൻ ചിലപ്പം വളരെ പെട്ടെന്ന് ചിലർക്ക് പോയെന്നിരിക്കും. അത് നമ്മൾ ഡിപ്പെൻസ് ഓൺ. ഇപ്പം നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന 1.9 ഇരിക്കുന്ന ഒരാൾ ഒരു നെഞ്ചുവേദനയാണെന്നും പറഞ്ഞ് ഹോസ്പിറ്റലിൽ ചെന്നൊരു ആൻജിയോഗ്രാം ചെയ്താൽ മതി. ആൻജിയോഗ്രാമിൽ ഉപയോഗിക്കുന്ന ഒരു ഡൈ ഉണ്ട്, അത് ഇഞ്ചെക്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും നെക്സ്റ്റ് ഡേ ചിലപ്പം റീനൽ ഡാമേജിലേക്ക് പോയി ഇവൻ ഡയാലിസിസിലേക്ക് പോകേണ്ടി വരാം. പിന്നെ ഇങ്ങനെ ഈ മാർജിനിലിരിക്കുന്ന ആൾക്കാർ വല്ല വൈറൽ ഇൻഫെക്ഷനൊക്കെ വന്ന്, പണ്ടത്തെ ഇപ്പോൾ കോവിഡൊക്കെ വന്നപ്പം പലരും പറയില്ലേ, നമ്മളൊന്നും ഒരു രോഗവും ഇല്ലായിരുന്നു, പക്ഷേ കോവിഡ് വന്നിട്ട് സീരിയസ് ആയിപ്പോയെന്ന്. അതിങ്ങനെയുള്ളവരാണ് അൺഡയഗ്നോസ്ഡ് ആയിട്ട് ഉള്ള സബ് ക്ലിനിക്കൽ എന്ന് പറയുകയല്ല, ശരിക്കും പ്രോപ്പർലി ടെസ്റ്റുകൾ നോക്കിയാൽ ക്ലിനിക്കലി തന്നെ ഓൾറെഡി ഉണ്ട്, പക്ഷെ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പം ക്രിയാറ്റിൻ ഒരു 1.1 മുകളിൽ എത്തിയാൽ തന്നെ നമ്മൾ മനസ്സിലാക്കുക, 1 മുകളിൽ എത്തിയാൽ തന്നെ മിക്കവരിലും റീനൽ ഫെയിലിയറിൻ്റെ ഏർലി സ്റ്റേജ് തുടങ്ങിയിട്ടുണ്ട്. 1.9 ഒക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഒരു സെക്കൻഡ് ഫേസ് ഓർ തേർഡ് ഫേസിലേക്ക് എത്തിയിട്ടുണ്ട്.
ഇതിൻ്റെ ഇടയില് ഒരു ചോദ്യം ഇങ്ങനെ റിപ്പീറ്റായിട്ട് വരുന്നത് ഈ ഫാസ്റ്റിങ്ങിനെ പറ്റിയാ. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണോ ഇല്ലയെന്ന് എനിക്ക് അത്രയും മനസ്സിലായില്ല. ഈ ഇങ്ങനെ 16 മണിക്കൂറിൽ കൂടുതൽ ഫാസ്റ്റിംഗ് ചെയ്യുന്നത് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് എന്തെങ്കിലും ദോഷം ചെയ്യുന്നതാണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ആളിങ്ങനെ റിപ്പീറ്റായിട്ട് ചോദിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ എന്താണെന്ന് ഫാസ്റ്റിംഗ് എല്ലാവരും ഇപ്പം നമുക്ക് ഒന്ന് നമ്മുടെ റിലീജിയസ് ഫാസ്റ്റിംഗ് ഉണ്ട്, പിന്നെ അല്ലാതെ ഉണ്ട് പലരും ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് അങ്ങനത്തെ കാര്യം വരുന്നത്. അപ്പം ഫാസ്റ്റിംഗ് വരുമ്പോൾ ആൾക്കാർ ഡെഫിനറ്റ്ലി 16 മണിക്കൂർ നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുകയാണെങ്കിൽ വെരി ഗുഡ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നേരം മനുഷ്യൻ ഫുഡ് കഴിച്ചാൽ മതി, പക്ഷെ വെള്ളം കുടിക്കണം. വെള്ളം പ്രത്യേകിച്ച് നമ്മൾ ഇന്നത്തെ നമ്മളുടെ ഇവിടുത്തെ നമ്മൾ ഹോട്ട് ക്ലൈമറ്റ് ആണല്ലോ, ഇലക്ട്രോലൈറ്റ്സ് ആവശ്യമുണ്ടാകണം. അതായത് വെള്ളം കുടിക്കുക, അത് പ്രത്യേകിച്ചും എന്തെങ്കിലും പച്ചക്കറി പോലുള്ള സൂപ്പ് വെച്ചിപ്പം ഈ ക്ലൈമറ്റിലാണെങ്കിൽ നമ്മൾ കഴിക്കേണ്ടത്. മറ്റസുഖം കിഡ്നി പ്രോബ്ലം ഒന്നും ഇല്ലാത്തവർക്ക് നമുക്ക് കരിക്കും വെള്ളം കുടിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. പക്ഷെ അതെപ്പോഴും അത്ര അവൈലബിൾ ആയിരിക്കണമെന്നില്ല, കോസ്റ്റ് ഫാക്ടർ വരും. അപ്പം നമുക്ക് ചെയ്യാവുന്നത് ലൈറ്റായിട്ട് നാരങ്ങാ വെള്ളം, ഈവൻ കഞ്ഞിവെള്ളം കുടിക്കാം. കഞ്ഞിവെള്ളത്തിൽ ചെറുതായിട്ട് ഉപ്പിട്ട് കഞ്ഞിവെള്ളം കുടിക്കുക. അതുപോലെ എന്തെങ്കിലും ഒരു സൂപ്പ് പോലെ ഉണ്ടാക്കി അതിനകത്ത് വെള്ളം ഇതിട്ട് കുടിക്കുക. പച്ചവെള്ളം മാത്രമായാലും നമുക്ക് ഈ ഇത് ഇലക്ട്രോലൈറ്റ് ലോസ് വരുന്നതിനകത്ത് ഇത് വരും. ഈ വെറുതെ വെള്ളത്തിൽ നമുക്ക് ഉപ്പിട്ട് കഴിക്കാൻ പറ്റില്ല. നാരങ്ങാ വെള്ളത്തിൽ ഉപ്പിട്ട് കഴിച്ചു കഴിഞ്ഞാൽ പോലും നമുക്ക് പൊട്ടാസ്യം കൂടെ കിട്ടുകയില്ല. അപ്പം അതാണ് അവിടെ ഒരു കുറവ് വരുന്നത്. ഇപ്പം നമ്മൾ കരിക്കും വെള്ളം കുടിച്ചാൽ അതിനകത്ത് സോഡിയത്തിൻ്റെ അളവ് റീസണബിൾ വരുന്നുണ്ട്, പൊട്ടാസ്യം വരും. അതാണ് കരിക്കും വെള്ളത്തിൻ്റെ ഒരു പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ അതിന് പൊട്ടാസ്യവും കൂടെ ഉണ്ട്. പൊട്ടാസ്യം നമുക്ക് ബോഡിക്ക് വേണ്ട ഒരു കാര്യമാണ്. അപ്പം ഈ പച്ചക്കറി വെച്ചിട്ടൊരു സൂപ്പാണ് കഴിക്കുന്നതെങ്കിൽ ലൈറ്റായിട്ടുള്ള പരിപ്പോ എന്തെങ്കിലും ഇട്ടോ, ഈവൻ നോൺ വെജ് ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ ലൈറ്റായിട്ടുള്ള സൂപ്പ് പോലെ വെച്ചാൽ അതിനകത്ത് കുറച്ച് പൊട്ടാസ്യം കൂടെ വരും. അതിനകത്ത് നമ്മൾ ഇച്ചിരി സോൾട്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് സോഡിയം പൊട്ടാസ്യം ക്ലോറൈഡും ഒക്കെ ആവശ്യത്തിനുണ്ടാവും. അത് 1-2 ലിറ്റർ കുടിക്കുക. ഇതിന് ഒരു നേരം ഭക്ഷണം കഴിച്ചാലും മതിയാവും, പ്രത്യേകിച്ച് ഓവർ വെയിറ്റ് ഉള്ളവരാണ്. അണ്ടർ വെയിറ്റോ അല്ലെങ്കിൽ നോർമൽ വെയിറ്റ് ഉള്ളവർക്കാണെങ്കിൽ ഇതൊന്നും അവർക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് ഷുഗറും ഡയബറ്റിക്കും അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, അതനുസരിച്ച് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. അപ്പം ബേസിക്കലി 16 hours ഫാസ്റ്റ് ചെയ്യുന്നത് ഡെഫിനറ്റ്ലി നല്ലതാണ്. കാരണം ഇൻസുലിൻ ലെവൽ കുറയും. അപ്പോഴേക്കും ഷുഗർ ലെവൽ കുറയുന്നത് മാത്രമല്ല ഇൻസുലിൻ ലെവലും കുറയും. അപ്പോൾ എന്താ ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻസുലിൻ കൂടി നിൽക്കുമ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം പ്രോപ്പർലി വർക്ക് ചെയ്യില്ല എന്നല്ല, അവിടെ ഒരു നമ്മളുടെ ഡിഫൻസ് ഓറിയൻറ്റഡ് വർക്കുകളും എല്ലാം ബ്ലോക്ക് ആയി പോകും. ഒരു ഫാഗോസൈറ്റോസിസ് എന്ന് പറഞ്ഞൊരു പ്രത്യേക പ്രോസസ്സ് ഉണ്ട്. അതാണ് ഈ ബാക്ടീരിയ പിടിച്ച് ഡൈജസ്റ്റ് ചെയ്ത് അതിനെ നശിപ്പിച്ച് കളയുക. അതിനകത്തെ അതുപോലെ ക്യാൻസർ സെല്ലിനെ പിടിച്ച് കൊല്ലുക. നമുക്ക് കൊല്ലുക എന്നൊക്കെ പറയുന്ന അത്ര കറക്റ്റ് ഒരു വേർഡല്ല. അതിനെ ക്യാൻസർ സെല്ലിനെ ഡിസ്ട്രോയ് ചെയ്യുക, അല്ലെങ്കിൽ ബാക്ടീരിയ ഇൻഫെക്റ്റഡ് സെല്ലിനെ ഡിസ്ട്രോയ് ചെയ്യുക, ഈവൻ പ്രായമായ സെല്ലിനെ ഡൈജസ്റ്റ് ചെയ്ത് കളയുക. ഇത്തരം കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഈ ഇൻസുലിൻ ലെവൽ ലോ ആയിരിക്കുമ്പോൾ മാത്രമേ നടക്കുകയുള്ളൂ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഹെവി ആയിട്ട് നൈറ്റിൽ കഴിച്ചിട്ട് കിടക്കരുതെന്ന് പറയുന്നത്. കാരണം നൈറ്റിൽ നമ്മൾ ഏറ്റവും ഈ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ ക്ലിയറിംഗ് അപ്പ് പരിപാടികളെല്ലാം ചെയ്യേണ്ട സമയമാണ്. അന്നേരം ഇതിന് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ പഴയ കാലത്ത് പറയും സൂര്യോദയത്തിന് മുമ്പ് കഴിക്കണമെന്ന്. അതിനൊക്കെ ഒരു ബേസ് ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം നമ്മൾ സയൻറ്റിഫിക് ടെർമിനോളജിയിൽ നമ്മൾ നോക്കുമ്പം നമ്മൾ പണ്ട് നമ്മളുടെ ഇന്ത്യൻ സിസ്റ്റത്തിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ സൂര്യാസ്തമയത്തിന് മുമ്പ് ഭക്ഷണം കഴിക്കണമെന്ന് പറയുന്നത് വെരി ആപ്റ്റാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ 6 മണിക്ക് മുമ്പ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രി കിടക്കാൻ പോകുമ്പോഴേക്കും നമ്മുടെ അതിനകത്തെ കഴിച്ച സാധനത്തിനെയൊക്കെ ലിവറും ഒക്കെ കൊണ്ട് പ്രോസസ്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടാകും. അപ്പോൾ നമ്മുടെ ഹോൾ ബോഡി ഈസ് ഇൻ എ റെസ്റ്റിംഗ് ഫേസ്. നമ്മൾ അല്ലെങ്കിൽ വയറ് നിറച്ച് കഴിച്ചിട്ട് പോകുമ്പോൾ വയറിലെ ഡൈജസ്റ്റീവ് പ്രോസസ്സ് നടക്കണമല്ലോ. അപ്പോൾ നമുക്ക് അവിടെ വെരി ആക്റ്റീവായിട്ട് കിടക്കും. പിന്നെ ഈ ഷുഗറും ഇൻസുലിനും എല്ലാം കൂടി നിൽക്കുകയാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ നൈറ്റിൽ നമ്മൾ ഒരു 6 മണിക്ക് മുമ്പ് ഭക്ഷണം കഴിക്കാൻ പറ്റുകയാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. അത് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേ ദിവസം രാവിലെ ചിലരൊക്കെ ഉണ്ട് പിന്നെ വൈകുന്നേരം 4 മണിക്ക് പിന്നെ ഭക്ഷണം കഴിക്കുകയുള്ളൂ. ഈവൻ സിംഗിൾ ടൈം ഫുഡ് കഴിക്കുന്നവരുണ്ട്. വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന അവരൊക്കെയാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടിരിക്കുന്നത്. ഈ
6.1 HbA1c. പക്ഷേ കാലിന് മറ്റേ ഇങ്ങനെ നംനെസ്സും ഉണ്ട്, പിന്നെ ബേണിങ് സെൻസേഷനും ഉണ്ട് 2 കാലിനും. HbA1c 6.1. അപ്പം എന്താണ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് തിങ് അറിയേണ്ടത് എന്തെങ്കിലും മരുന്ന് കഴിച്ചാണോ HbA1c കൺട്രോൾ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ സ്വല്പം നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം മരുന്നില്ലാതെ HbA1c 6.1 നിൽക്കുകയാണെങ്കിൽ ദറ്റ് ഈസ് റീസണബിളി കൺട്രോൾ ഉണ്ട്. 5.25 ആണ് നമ്മൾ ഐഡിയലി വേണ്ടത്. 5.7 മുകളിൽ വരുമ്പോൾ തന്നെ പ്രീ ഡയബറ്റിക് ആയി. ഇപ്പോൾ ഒരു പ്രീ ഡയബറ്റിക് എന്ന് പറയുന്ന മരുന്നില്ലാത്തവരെയാണ് അതിന് പ്രീ ഡയബറ്റിക് എന്ന് പറയാൻ പറ്റുള്ളൂ. പിന്നെ അതിൻ്റെ കൂടെ മറ്റെന്തൊക്കെ അസുഖം ഉണ്ടെന്ന് അറിയണം. പ്രഷറിന് മരുന്നുണ്ടോ, പ്രഷറുണ്ടോ, മറ്റു രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന ഒബേസിറ്റി ഉണ്ടോ, ഇതെല്ലാം കൂടെ അറിഞ്ഞാലേ നമുക്ക് കാര്യം എങ്ങനെയാണ് അതിൻ്റെ എന്ന് പറയാൻ പറ്റുക. എനിവേ ഇതിപ്പോൾ നെർവ് ഡാമേജ് ഉണ്ട്, അത് ഡയബറ്റീസ് കൊണ്ടാണോ മറ്റെന്തെങ്കിലും അതിന് കൂടെയുള്ള രോഗം കൊണ്ടാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഏതിലാണേലും നമ്മൾ HbA1c 5.5 കൊണ്ടുവരാൻ നോക്കുക. ഓവർ വെയിറ്റ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുക. ഓവർ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹൈറ്റ് എത്രയുണ്ടെന്ന് നോക്കുക, അത് -110. 160 സെൻറ്റിമീറ്റർ ആണെങ്കിൽ നമ്മൾ ഈ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്താണ്ട് 60 കിലോയിലേക്ക് കൊണ്ടുവരാൻ നോക്കുക. അപ്പോൾ അതേ സമയത്ത് നല്ല കറക്റ്റ് ന്യൂട്രീഷൻ ഉണ്ടാകും. നമ്മൾ പട്ടിണി കിടന്നാക്കാനല്ല പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു നേരമൊക്കെ ഫുഡ് കഴിക്കുന്നവർ അത്ര കെയർഫുൾ ആയിരിക്കണം. കാരണം ഒരു നേരം വെച്ച് നമ്മൾ ജീവിക്കാൻ നോക്കുമ്പോൾ അതിനകത്ത് ന്യൂട്രീഷൻ എല്ലാം വരണം. കാലറിയാണ് നമ്മൾ കുറയ്ക്കേണ്ടത്. അതായത് എനർജി, നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി കുറവുള്ളവർ എനർജി കുറയ്ക്കാൻ നോക്കുക. അതേസമയത്ത് വൈറ്റമിൻസും മിനറൽസും നമുക്ക് ബോഡിക്ക് ഒരു 14 വൈറ്റമിൻസ് നമുക്കറിയാം, ABCD അങ്ങനെ വൈറ്റമിൻസ് ഉണ്ടല്ലോ, അതെല്ലാം വേണം. അതുപോലെ മിനറൽസ് ഉണ്ട്, അയൺ, സിങ്ക്, കാൽസ്യം, മഗ്നീഷ്യം, ഇതെല്ലാം കറക്റ്റായിട്ട് കിട്ടണം. അങ്ങനെയുള്ള ഒരു ഫുഡ് ആക്കാനായിട്ടും കൂടെ നോക്കണം. സിംഗിൾ ടൈം കഴിച്ചാലും മതി. ഫുഡ് മേജർ ഫുഡ് കഴിക്കുന്നത് സിംഗിൾ ടൈം മതി. പക്ഷേ ഈ സൂപ്പ് അതുപോലെയുള്ള അപ്പോൾ അവിടെയാണ് നമ്മൾ ലീഫി വെജിറ്റബിളൊക്കെ വെച്ച് സൂപ്പൊക്കെ വരുമ്പോഴേക്കും ഈ ലീഫി വെജിറ്റബിളിലൊക്കെയാണ് ഏറ്റവും ന്യൂട്രീഷൻ ഉള്ളത്. അതായത് വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഉള്ളത് ലീഫി വെജിറ്റബിളിലാണ്. അത് വെച്ചിട്ട് നമ്മൾ ഡേ ടൈമിൽ ജസ്റ്റ് സൂപ്പ് പോലെ മാത്രം കഴിച്ച് നടക്കുക. 1 or 2 ലിറ്റർ കഴിക്കുക. അപ്പോൾ ഒരു നേരം ഫുഡും കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് അഡൾട്ടായിട്ടുള്ളത് നമുക്ക് പിന്നെ ഗ്രോത്ത് ഒന്നും വരുന്നില്ലല്ലോ. നമുക്ക് അപ്പോൾ ചെയ്യുന്ന പണിക്കുള്ള എനർജിയും വേണം, പിന്നെ ഉള്ള ബോഡിയെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാൽ മതിയല്ലോ. അങ്ങനെയുള്ളത് വളരെ കുറച്ച് മതിയാകും. ഏറ്റവും കുറച്ച് ഫുഡിൽ ലോ നോർമൽ BMIയിൽ നിൽക്കുകയാണ്. അതാണ് നമ്മൾ സയൻറ്റിഫിക് വേൾഡ് മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം. ഏറ്റവും ഈ ലോങ്ജിവിറ്റിക്ക് ആണേലും അസുഖം ഇല്ലാതിരിക്കാനാണേലും ബേസ് വേണ്ടത് ഇത്രയേ ഉള്ളൂ. ബേസിക് ആയിട്ടുള്ള എക്സസൈസ് വേണം. ബേസിക് ആയിട്ടുള്ള ഏറ്റവും മിനിമം ഫുഡിൽ എല്ലാ ന്യൂട്രീഷനും ഉറപ്പാക്കാനും നോക്കാം. മിനിമം ഫുഡാകുമ്പോൾ ഇന്നത്തെ കാലത്ത് വേറൊരു ബെനിഫിറ്റും കൂടെ ഉണ്ട്, എല്ലാത്തിനകത്തും വിഷമാണ്. അപ്പോൾ ഏറ്റവും കുറച്ച് കഴിക്കുന്നുള്ളെങ്കിൽ അത്രയും കുറച്ച് വിഷമായിരിക്കും ഉള്ളിൽ ചെല്ലുന്നത്. അപ്പം ഈ ക്രിയാറ്റിൻ കൂടുതൽ 1.9 എന്ന് പറഞ്ഞത് 80 ഇയേഴ്സ് ഉണ്ട് ആൾക്ക്. അപ്പോൾ ആള് ചോദിക്കുന്നത് ഭക്ഷണത്തിൽ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ്. ക്രിയാറ്റിൻ 1.9 ഭക്ഷണത്തിൽ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ പ്രോട്ടീൻ്റെ അളവ് കുറയ്ക്കുക. അതായത് ഫിഷ്, മീറ്റ് അങ്ങനത്തെ സാധനങ്ങൾ കുറയ്ക്കുക. പയറുവർഗ്ഗങ്ങളാണെങ്കിലും മോഡറേറ്റ് ആക്കുക. പിന്നെ കഴിക്കാവുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്കറികൾ, ലീഫി വെജിറ്റബിൾസ്. മറ്റുള്ള അസുഖം കൂടെ ഉണ്ടോയെന്നനുസരിച്ച് ഞാൻ ഒരു അസുഖം ഇല്ലാത്ത ഒരാൾക്ക് വേണ്ടിയാണ് ഇനി പറയുന്നത്. ഒരസുഖം ഇല്ലെങ്കിൽ നമ്മൾ പ്രോട്ടീൻ്റെ അളവ് കുറച്ച് നോക്കിയാൽ തന്നെ ഒരാഴ്ച കഴിഞ്ഞ് നോക്കുമ്പോൾ തന്നെ പ്രോട്ടീൻ പിന്നെ എത്ര കഴിക്കുന്നുണ്ട്. നമുക്ക് ഒന്നിലും നമുക്കൊരു ഡയറക്ഷൻ പറയാൻ പറ്റാത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം ഡിപ്പെൻസ് ഓൺ അവരെന്ത് മരുന്ന് കഴിക്കുന്നു, അവരെന്ത് ഭക്ഷണമാണ് കഴിക്കുന്നത്. ഈ ഒരു വ്യക്തി, ഒരു പേഷ്യൻ്റ് കഴിക്കുന്ന ഭക്ഷണം എന്താണ് ആക്ടിവിറ്റി, അതുപോലെ മറ്റ് മരുന്നുകൾ എന്തൊക്കെ കഴിക്കുന്നുണ്ടെന്നാണ്. ക്രിയാറ്റിൻ 1.9 ഉണ്ടെങ്കിൽ നമ്മൾ മരുന്നില്ലാതെ ജീവിക്കാനായിട്ട് പഠിക്കുക എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ഇപ്പം ഓടിപ്പോയി മരുന്നെല്ലാം നിർത്തുക എന്നുള്ളതല്ല. ഇപ്പോൾ ഡയബറ്റീസിനും പ്രഷറിനും മറ്റ് പല മരുന്നും ഉണ്ടെങ്കിൽ അതൊക്കെ ഡോക്ടറിൻ്റെ ഒരു സപ്പോർട്ടോടു കൂടി മരുന്നുകളെല്ലാം കുറച്ചുകൊണ്ട് നിർത്തുക. കിഡ്നിക്ക് വേണ്ടത് നമ്മുടെ ഓരോ അവയവത്തിനും മരുന്നിൻ്റെ ആവശ്യമില്ല. ഒരു സെല്ലിനും മരുന്ന് വേണ്ട. എല്ലാവരും ഇതിനെ പോയിസണായിട്ടാണ് കാണുന്നത്. അപ്പം മരുന്ന് കുറച്ചുകൊണ്ട് വന്ന് നിർത്തുക. പിന്നെ ഫുഡിലാണെങ്കിലും കളർ പ്രിസർവേറ്റീവ്സ് ഒന്നും ഉള്ള കെമിക്കലുള്ള ഒന്നും കഴിക്കാതിരിക്കുക.
പ്രോട്ടീൻ്റെ അളവ് നിയന്ത്രിക്കുക. ബാക്കി എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എല്ലാം ലൈഫ് സ്റ്റൈൽ കൊണ്ട് തന്നെ മാനേജ് ചെയ്യാൻ, നമ്മുടെ ഫുഡും എക്സസൈസും വെച്ച് മാനേജ് ചെയ്യാൻ നോക്കുക. അപ്പം മരുന്നുകളൊക്കെ ഉള്ള ആളാണെങ്കിൽ ഡെഫിനറ്റ്ലി ഡയറക്ഷൻ എടുത്തിട്ട് മാത്രം, അല്ലാതെ നേരെ പോയി എല്ലാം മരുന്ന് ഇതെല്ലാം കിഡ്നിക്ക് ദോഷം ചെയ്യുന്നു പറഞ്ഞ് മരുന്ന് നിർത്തുക എന്നുള്ളതല്ല. അത് എങ്ങനെയാണ് സിസ്റ്റമാറ്റിക്കലി നമ്മൾ മരുന്ന് നിർത്തുന്നതിന് മുമ്പ് അതിന് എന്തിനാണോ മരുന്ന് കഴിച്ചിരുന്നത് അത് നോർമലായെന്ന് ഉറപ്പിച്ചുകൊണ്ട് വേണം. ഷുഗറിന് നമ്മൾ ക്ലിനിക്കൽ സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷന് നമ്മൾ മരുന്ന് നിർത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ 8 മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ 10 മണിക്ക് മരുന്ന്, ഇപ്പം 8 മണിക്ക് ഇൻസുലിനും കുറേ 2-3 ഡയബറ്റിക് ഗുളിക എടുക്കുന്ന ആളാണ്, നമ്മൾ മരുന്ന് കഴിക്കാതെ സ്പെഷ്യൽ ഫുഡ് കഴിച്ചുകൊണ്ട് 10 മണിയാകുമ്പോൾ വീണ്ടും ഷുഗർ നോക്കിക്കൊണ്ടാണ്. പിന്നെ ബി പിക്ക് മരുന്ന് കഴിക്കുന്നതും ബി പി ഡെയിലി 4 നേരം നോക്കി ബി പിയുടെ ലെവൽ കുറഞ്ഞു വരുന്നതനുസരിച്ച് ഓരോ മരുന്നായിട്ട് കുറച്ചുകൊണ്ട് വരുവാണ്. അതുപോലെ കൊളസ്ട്രോളിനാണെങ്കിൽ എവരി വീക്ക് കൊളസ്ട്രോളിൻ്റെ മരുന്ന് റിസൾട്ട് നോക്കിക്കൊണ്ട് കൊളസ്ട്രോളിൻ്റെ ഇത് മരുന്ന് പതുക്കെ കുറച്ചുകൊണ്ട് വരികയാണ് ചെയ്യുന്നത്. ഈവൻ ഹാർട്ട് ഡിസീസിന് വേണ്ടിയിട്ട് മരുന്ന് കഴിക്കുമ്പം കാർഡിയാക് മാർക്കേഴ്സും നോക്കി അതിൽ വരുന്ന ഇമ്പ്രൂവ്മെൻ്റ് അനുസരിച്ച് ആസ്പിരിനോ ക്ലോപ്പിഡോഗ്രലോ മറ്റ് മരുന്ന് അഞ്ചൈനയ്ക്ക് വേണ്ടിയിട്ട് മരുന്നുകളോ അവരുടെ സിംറ്റംസ് ഇമ്പ്രൂവ് ചെയ്യുന്നതനുസരിച്ചാണ്. ബ്ലാങ്കായിട്ട് ഒരു മരുന്നും നിർത്താൻ പാടില്ല. അപ്പം അതും കൂടെ നമ്മൾ ഓർക്കണം. മരുന്നുകളൊക്കെ ദോഷമാണ്, പക്ഷെ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളതെല്ലാം നിർത്തുക എന്നുള്ളതല്ല. അതില്ലാതെ നമ്മളുടെ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്ത് ലൈഫ് സ്റ്റൈൽ വെച്ച് ഗ്രാജുവലി വേണം ഇതിനകത്ത് മാറാൻ. ഈ കിഡ്നിയുടെ കാര്യം പറയുമ്പോൾ ഡയബറ്റിസ് കാരണം കിഡ്നിക്ക് എന്തെങ്കിലും അപാകത വന്നാൽ അത് പിന്നെ ആരോഗ്യം വീണ്ടെടുക്കാനായിട്ട് സാധ്യമല്ല. അത് ആ സ്റ്റേജിൽ തന്നെ നിലനിർത്തുക, അല്ലെങ്കിൽ കൂടുതൽ വഷളാവാതിരിക്കാൻ ശ്രദ്ധിക്കാനേ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷെ അതേസമയം ഈ മരുന്നുകൾ വെച്ചോണ്ടല്ലാതെ ജീവിതശൈലി ക്രമീകരിച്ചുകൊണ്ട് ഇങ്ങനെ അല്ലാതെ കിഡ്നിയുടെ ആരോഗ്യം തിരിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ള രീതിയിലും കേട്ടിട്ടുണ്ട്. അത് എത്രമാത്രം ശരിയാണ്? കിഡ്നിയുടെ നമ്മൾ മരുന്നുകൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഗ്രാജുവലി കിഡ്നി ഫങ്ഷൻ വീണ്ടും കുറയും, അതിന് ഒരു സംശയവും വേണ്ട. ഇപ്പം ഡയബറ്റിക് പേഷ്യൻ്റ് ആണ്, GFR 60 എത്തി, അയാൾ ആ മരുന്നും എല്ലാം കഴിച്ചുകൊണ്ടിരിക്കുക, അയാൾ ആ നിലയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടെ കഴിയുമ്പോൾ അത് 50-ലേക്കോ 40-ലേക്കോ അങ്ങനെ വന്ന് കാലങ്ങൾക്കുണ്ട്, പെട്ടെന്നൊരു ദിവസം കുറയുന്നല്ല. അതിൻ്റെ പേസ് അനുസരിച്ച് കുറഞ്ഞു 5-10 വർഷം കൊണ്ട് അത് ചിലപ്പം ഫാസ്റ്റായിട്ട് പോകും. അതാ ഞാൻ പറഞ്ഞു, ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ടെസ്റ്റിന് വേണ്ടിയിട്ട് ഡൈ ഇഞ്ചക്ഷനോ അല്ലെങ്കിൽ ഒരു വൈറൽ ഇൻഫെക്ഷനോ ഒക്കെ വന്നാൽ ചിലപ്പം ഫാസ്റ്റായിട്ട് പോയെന്നിരിക്കും. പക്ഷെ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ ഏത് ലെവലിലാണേലും തീരെ 5th സ്റ്റേജ് എത്തിയാൽ വലിയ ഡിഫിക്കൽട്ടാണ്. പക്ഷെ അല്ലാത്തവരെ എല്ലാം തന്നെ, അതായത് നമ്മൾ ഒരു GFR 70 ഉള്ളവരെ പലരെയും നമുക്ക് മുകളിലേക്ക് 90-ന് മുകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. 60 ഉള്ളവരാണെങ്കിലും അത് ഓരോരുത്തരുടെ അനുസരിച്ചിരിക്കും. ഡയബറ്റീസ് മാത്രമേ ഉള്ളൂ, അല്ല ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ മാത്രമേ ഉള്ളൂ, ഈ ഓട്ടോഇമ്യൂൺ പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ ഇവൻ നമ്മൾ 40-50 ഉള്ളവരെ തന്നെ നമ്മൾ ഫുൾ 90-ക്ക് മുകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ്. അത് ഓരോരുത്തരുടെയും അനുസരിച്ചും കൂടി ഇരിക്കും. പക്ഷെ കുറേ ഇമ്പ്രൂവ്മെൻറ്റ് ഡെഫിനറ്റ്ലി വരും. അപ്പോൾ നമ്മൾ കിഡ്നിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് കാണുന്നത് ഈ ഓട്ടോഇമ്യൂൺ ഡിസീസ്, IgA നെഫ്രോപ്പതി ഒക്കെ ഉള്ളവരാണ്. അവരെ പോലും നമുക്ക് ഇപ്പം നമ്മൾ ഒരു ലെവൽ 3-4 വന്ന് ഇപ്പം GFR ഒക്കെ ഒരു 20 എത്തി, ആ നിലയിലെത്തിയവരെ ശരിക്കും 30-ന് മുകളിലേക്ക് കൊണ്ടുപോയി 40 എത്തിക്കാൻ പറ്റാറുണ്ട്. അപ്പം നമ്മൾ ഡിഫറെൻ്റ് ഏജ് ഗ്രൂപ്പിലുള്ളവരെ, പ്രായമായവരെയും കാണാറുണ്ട്. പ്രായമായി ഡയാലിസിസ് വേണമെന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഓർക്കുന്നു, വേറൊരു പേഷ്യൻ്റ് കാര്യം പറയുകയാണെങ്കിൽ അവർ വെരി ലേറ്റ് സ്റ്റേജ് എത്തി, അതായത് അറൗണ്ട് 6-ലേക്കൊക്കെ വന്നതാണ് ക്രിയാറ്റിൻ. അത് നമുക്ക് തിരിച്ചു കൊണ്ടുവന്ന് അവരെ കംപ്ലീറ്റ് മാറ്റാനൊന്നും പറ്റിയില്ല, GFR ഒരു 20-ലേക്കൊക്കെ കൊണ്ടുവരാൻ പറ്റി. GFR 20-ലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ക്രിയാറ്റിൻ ഒരു 3-4 താഴേക്ക് വന്നാലേ GFR 20-ലേക്ക് എത്ര വേണേലും വരുള്ളൂ. അപ്പോൾ 6-ന് മുകളിൽ വന്ന് 4-ന് താഴേക്ക് കൊണ്ടുവരാൻ പറ്റിയെന്നുള്ളതാണ്. അത് ഡയബറ്റിക് പേഷ്യൻസിന് കുറച്ചും കൂടി എളുപ്പമാണ്, കാരണം കുറേ മരുന്നുണ്ടാവും. ഇതൊക്കെ പോസിബിൾ ആകണമെന്നുണ്ടെങ്കിൽ മരുന്നുകൾ നിർത്തണം. അപ്പം നമ്മൾ ഈ ക്ലിനിക്കൽ സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ വരുമ്പം കറക്റ്റായിട്ട് നോക്കുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ ഇതിൻ്റെ മന്ത് നമുക്ക് എല്ലാ മരുന്നും നോക്കാൻ പറ്റും.
ചിലർ ഭയങ്കര അഡമൻ്റ് ആയിരിക്കും, ഭയങ്കര പേടിയായിരിക്കും മരുന്ന് നിർത്താനായിട്ട്. പിന്നെ അവർ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനും സ്ട്രെസ്സും ഒക്കെ ആയിരിക്കും. അങ്ങനെയുള്ളൊരു ഒരു ചിലപ്പോൾ 1-2 മാസമൊക്കെ എടുക്കും. ചിലരൊക്കെ ഈവൻ 3 മാസം എടുക്കുന്നവരും ഉണ്ട്. അത് പേഷ്യൻറ്റിൻ്റെ കൂടെ അനുസരിച്ചിരിക്കും. കറക്റ്റായിട്ട് നന്നായിട്ട് നമ്മൾ നമ്മളുടെ എൻ്റെ ഒരു ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പേഷ്യൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മരുന്ന് നല്ല പേഷ്യൻ്റാണ്. നമ്മളിപ്പോൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷന് വരുന്നവർ മരുന്നിലല്ല ലൈഫ് സ്റ്റൈലിലും സ്വന്തം ബോഡിയിൽ കോൺഫിഡൻസ് ഉള്ളവർ. ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ നമ്മളുടെ ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ കൊണ്ട് നമ്മളുടെ ബോഡിയെ കറക്റ്റ് ചെയ്ത്, നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ കറക്റ്റ് ചെയ്ത്, നമ്മുടെ ഹോർമോൺ സിസ്റ്റത്തെ കറക്റ്റ് ചെയ്ത് അങ്ങനെ കറക്റ്റ് ചെയ്യാനാണ്. അപ്പം നമ്മളുടെ സ്വന്തം ബോഡിയിൽ വിശ്വാസമുള്ളവരും മരുന്നില്ലാതെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുമാണ് ഏറ്റവും നല്ല ക്ലിനിക്കൽ സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷന് വരുന്നതിലെ ഏറ്റവും നല്ല പേഷ്യൻസ്. അപ്പം അങ്ങനെയുള്ളവർക്ക് വളരെ ഫാസ്റ്റായിട്ട് തന്നെ മിക്കവാറും പേരുടെയും വിതിൻ എ മന്ത് മരുന്നുകളൊക്കെ നിർത്തിക്കൊണ്ടുവരാൻ പറ്റാറുണ്ട്. പ്രത്യേകിച്ച് ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു വളരെ ഫാസ്റ്റായിട്ട് വെയിറ്റ് റിഡക്ഷനും കിട്ടും. അപ്പോൾ ഒബേസിറ്റി ഒക്കെ ഉള്ളവരാണെങ്കിൽ ഫസ്റ്റ് മന്ത് തന്നെ നന്നായിട്ട് നോക്കുന്നവരാണെങ്കിൽ ഒരു 10% വെയിറ്റ് റിഡക്ഷൻ കിട്ടും. ഒരു 3 മാസം കൊണ്ട് ഒരു 20% വെയിറ്റ് റിഡക്ഷനും കിട്ടും. അതാണ് നമ്മളൊരു നല്ല പേഷ്യൻറ്റിന് ആവറേജ് ആയിട്ട്, പ്രത്യേകിച്ച് ഓവർ വെയിറ്റ് ഉള്ളവർക്ക്. ഓവർ വെയിറ്റ് ഇല്ലാത്തവർക്കാണ് അതിൻ്റെ ആവശ്യമില്ല. ഫാറ്റ് ലെവലിൻ്റെ അനുസരിച്ചാണ്. എപ്പോഴാണ് അവരുടെ ബോഡി സയൻറ്റിഫിക്കലി നോക്കുമ്പം പ്രൊപ്പോർഷനേറ്റ് ആകുന്നത്, അതായത് ഫാറ്റും ഇതും എല്ലാം കറക്റ്റ് ആകുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കുന്നത് ശരിക്കും മസിലും ബോണും മറ്റ് ലീൻ മാസ് ഫാറ്റ് അല്ലാത്തതെല്ലാം കൂട്ടിയെടുക്കാൻ, ഫാറ്റ് തീരെ ഇല്ലെന്നാക്കാനല്ല, ഫാറ്റിൻ്റെ ആ പ്രൊപ്പോർഷൻ കറക്റ്റ് ചെയ്യുക. അപ്പം ലേഡീസിനൊക്കെ ആണെങ്കിൽ ഒരു 25% ഫാറ്റ് ആവാം, ജെൻസിനാണെങ്കിൽ ഒരു 10-15%. ആ നിലയിൽ കൊണ്ടുവന്ന് നിർത്തി അതിനെ സ്റ്റേബിളാക്കി കൊണ്ടുപോകാനാണ്. ഇതിൻ്റെ റിസൾട്ട് എല്ലാം ഇരിക്കുന്നത് പേഷ്യൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് അനുസരിച്ചും പേഷ്യൻറ്റിൻ്റെ ആഗ്രഹങ്ങളനുസരിച്ചും എല്ലാം ആയിരിക്കും. അവനവന് എത്ര ഹെൽത്ത് നന്നായിരിക്കണമെന്നുണ്ടോ അതനുസരിച്ചായിരിക്കും റിസൾട്ട്. ഈ ഞരമ്പിൻ്റെ പ്രോബ്ലം വരുന്ന ഇങ്ങനെ നംബ്നെസ്സും അല്ലെങ്കിൽ പെയിനും കാലിനുള്ള ഇഷ്യൂസും അതിൻ്റെ കാര്യം പറയുമ്പോഴും പറയുന്നത് ഈ ഞരമ്പുകളുടെ കാര്യത്തിൽ വൺസ് ഡയബറ്റിക് ന്യൂറോപ്പതി വന്നാൽ ആ ഞരമ്പുകളെ അത് ബാധിച്ചാൽ പിന്നെ അതിൻ്റെ ആരോഗ്യം വീണ്ടും എടുക്കാനായിട്ട് സാധ്യമല്ല. അത് അങ്ങനെ പ്രത്യേകിച്ച് അത് മെഡിക്കേഷനോ ട്രീറ്റ്മെൻറ്റോ കൊണ്ട് അങ്ങനെ നടക്കില്ല. അത് ഇങ്ങനെ പിടിച്ചു നിർത്താനോ അതിൻ്റെ പ്രോഗ്രഷൻ കുറയ്ക്കാനൊക്കെയാണ് ഗ്ലൂക്കോസ് കൺട്രോൾ ചെയ്യുക എന്ന്. എങ്ങനെയാണ് അതിന് വല്ല പോസിബിലിറ്റി ഉണ്ടോ ഈ ജീവിതശൈലി കറക്ഷനിൽ കൂടെ മരുന്നുകളില്ലാതെ ഇത് തിരിച്ചെടുക്കാനായിട്ട്? ഇപ്പം നമ്മൾ ന്യൂറോപ്പതിയിൽ നമ്മൾ ഏറ്റവും എക്സാമ്പിൾ പറയാവുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കാലിൽ അൾസർ, അല്ലെങ്കിൽ സെൻസേഷൻ കുറഞ്ഞ് കാലിൽ ചെരുപ്പ് ഊരിപ്പോകുന്നു, സാധാരണ ചെരുപ്പ് ഇടാൻ പറ്റില്ല, ഡയബറ്റിക് സ്പെഷ്യൽ ഫുട്വെയർ ഇട്ടുന്നവർക്കൊക്കെ നമ്മൾ തിരിച്ചാകുന്നുണ്ട്. ചില പേഷ്യൻസ് ഒക്കെ പറയും, ഓ ഡോക്ടറെ 2 ആഴ്ച ആയപ്പോൾ തന്നെ ഡോക്ടറെ ഇപ്പോൾ എൻ്റെ കാലിൽ നിന്ന് ചെരുപ്പ് ഊരി പോകുന്നില്ല. ഞാൻ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ അവർക്ക് ഹിന്ദുസിനൊക്കെ അമ്പലത്തിൽ പോകുമ്പോൾ അവർ പുറത്തിടണമല്ലോ, അപ്പം ഈ കെട്ടുന്ന ചെരുപ്പൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ ഇപ്പോൾ എനിക്കൊരു കുഴപ്പമില്ല എന്ന് 2 വീക്സ് പറയുന്ന പേഷ്യൻസ് ഉണ്ട്. അതുപോലെ ഹീലിങ്, നമ്മൾ അൾസർ വർഷങ്ങളായിട്ട് മാസങ്ങളായിട്ട് നോൺ ഹീലിങ് അൾസറായിട്ടിരിക്കുന്നു, എന്ത് ഫാസ്റ്റായിട്ട് ഹീൽ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നോൺ ഹീലിങ് അൾസറും ഹീലിങ് പ്രോബ്ലം ഉള്ള അൾസർ, അതുപോലെ പലർക്കും ഡയബറ്റിക് ഡെർമോപ്പതി എന്നും പറഞ്ഞ് പലതരം സ്കിൻ ലീഷൻസ് ഉണ്ടാകും. പ്രത്യേകിച്ച് കാലിലായിരിക്കും കൂടുതൽ കാണുന്നത്, അല്ലാതെ ഉണ്ടാകും മൊത്തത്തിൽ ചൊറിച്ചിൽ. യൂഷ്വലി ഇത്തരം അതുപോലെ നെർവ് പെയിന്, ഇതൊക്കെ നല്ല ഒരു ശതമാനം പേർക്കും ഒരു വിതിൻ 1 or 2 വീക്സ് കൊണ്ട് തന്നെ അസ്വസ്ഥതകൾ മാറും. പിന്നെ അവിടെ ആ കാലിൻ്റെ പലരും പറയും, ഡോക്ടർ ഇനിയിപ്പം ആ വിരലിൻ്റെ അറ്റത്ത് കുറച്ചുകൂടെ പോകാനുണ്ട്. അങ്ങനെ കുറച്ചും കൂടെ എല്ലാം പോയി നമ്മൾ റിവേഴ്സ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി റിവേഴ്സ് ചെയ്യാൻ പറ്റും. എല്ലാം പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിപ്പെൻസ്. അത് ഓരോരുത്തരുടെ അനുസരിച്ച് എങ്ങനെ പോയിട്ടുണ്ട്. അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും പെരിഫറൽ വാസ്കുലർ ഡിസീസ് കാണും. ഡയബറ്റിക് പേഷ്യൻസിന് ഡയബറ്റീസ് ഗ്ലൂക്കോസ് മാത്രമല്ല ഡാമേജ് ചെയ്യുന്നത്, അവർക്ക് ആത്രോസ്ക്ലീറോസിസ് കാണും, രക്തക്കുഴലുകളിൽ ബ്ലോക്ക് ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം അതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ കുറേ കാര്യങ്ങൾ നമുക്ക് റിവേഴ്സ് ചെയ്തുകൊണ്ട് വരാൻ പറ്റും. അതിനകത്ത് ഈ രക്തക്കുഴലുകൾക്ക് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നെർവ്സിനെ ചിലപ്പം ബാധിച്ചിട്ടുണ്ടാവില്ല ചില കാര്യങ്ങളിൽ,
നെർവ്സിന് ചുറ്റുമുള്ള കുറച്ച് സപ്പോർട്ടീവ് സെൽസ് ഉണ്ട്, ഗ്ലയൽ സെൽസ് എന്ന് പറയും. ഇപ്പം നമ്മൾ ഒരു നെർവ് ഇപ്പം നമ്മുടെ ടിപ്പിലേക്ക് വരുന്ന നെർവ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്പൈനിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ്, കാലിൻ്റെ അറ്റത്ത് വരെ വരുന്ന. അതിനെ ചുറ്റി അതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ന്യൂട്രീഷണൽ ആർട്ടറീസും ഉണ്ട്. അപ്പം അതിനും കൂടെ ഡാമേജ് വന്നാലും ഇതിനകത്ത് ഉള്ളിലിരിക്കുന്ന ഗ്ലയൽ സെൽസ് ഉണ്ട്, ഈ നെർവിനെ ചുറ്റിയിരിക്കുന്ന നെർവ് സെല്ലിനെ ചുറ്റിയുള്ള ഗ്ലയൽ സെൽസ് ഉണ്ടാകും. അവരതിൻ്റെ ഇമ്പാക്റ്റ് എല്ലാം ഏറ്റെടുക്കും. അപ്പോൾ ഈ ഗ്ലയൽ സെൽസ് നമ്മൾ കറക്റ്റ് ന്യൂട്രീഷനും എക്സസൈസും ഒക്കെ ചെയ്യുമ്പോഴേ ഈ ഗ്ലയൽ സെൽസ് എല്ലാം ഹെൽത്തി ആയിട്ട് അവർക്ക് റീജനറേറ്റ് ചെയ്യാൻ പറ്റും. നെർവിന് റീജനറേഷൻ പോസിബിൾ അല്ലെങ്കിലും ഗ്ലയൽ സെൽസ് റീജനറേറ്റ് ചെയ്യും. അപ്പം ഈ സെൻസേഷനൊക്കെ പോയിരിക്കുന്ന പലരുടെയും ഈ ഗ്ലയൽ സെൽസിനായിരിക്കും ഡാമേജ് വന്നിട്ടുണ്ടാവുക. അത് ഫാസ്റ്റായിട്ട്, അതുകൊണ്ടാണ് ഇത്ര ഫാസ്റ്റായിട്ട് ഈ റിക്കവറിയും വരുന്നത്. ഈവൻ നമ്മൾ എനിക്ക് ഒരു പേഷ്യൻ്റെ കണ്ണ് റെറ്റിനോപ്പതി വന്നിട്ട് അവർ ആദ്യം വരുമ്പം അതൊന്നും ഒരു അത്ര പ്രായമുള്ള ആളുമല്ല, കുറച്ചൊരു യങ്ങറാണ്, അതായത് 40-45 വയസ്സെന്തോ ഉള്ളതെന്നാണ് തോന്നുന്നത്. അദ്ദേഹത്തിന് വരുമ്പം ഇങ്ങനെ തോളത്ത് പിടിച്ചേ വരാൻ പറ്റുന്നുണ്ടെന്ന്, ഒന്നും കാണാൻ പറ്റില്ലായിരുന്നു. ജസ്റ്റ് ഒരു ഫെയർ ഇങ്ങനെ ഒരു വെളിച്ചം ഉണ്ടെന്നുള്ള പോലെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞ ആള് ഒരു 3 to 6 months ആയപ്പോഴേക്കും അദ്ദേഹം പറയുന്ന ഇതിന് എല്ലാ കാര്യങ്ങളും ഇപ്പം സ്വന്തം നിലയിൽ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അപ്പം അത്രയും കാഴ്ച അങ്ങ് പോയതാണ്, ഡയബറ്റിക്കാണ്. അപ്പം മറ്റു പല പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഈ കാഴ്ചയുടെ കാര്യത്തിൽ പോലും തിരിച്ചു വന്നല്ല, നമ്മൾ റെറ്റിനോപ്പതി വന്ന് തിരിച്ചു വരില്ല എന്നാണ് നമ്മൾ ജനറലി ഒരു ഇതില്ല എന്നാണ് വെപ്പ്. പക്ഷെ കാഴ്ചയുടെ കാര്യത്തിലാണെങ്കിലും ഡയബറ്റിക് റെറ്റിനോപ്പതിയിൽ കുറച്ചൊക്കെ എങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് ഇമ്പ്രൂവ് ചെയ്യാം. പക്ഷെ എന്നിരുന്ന് എല്ലാം തിരിച്ചു വരുമെന്നല്ല, കുറേ ഇമ്പ്രൂവ്മെൻറ്റ് വന്നെന്നിരിക്കും. ഈ ഡയബറ്റിക് റെറ്റിനോപ്പതി ഉള്ളവർ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ എന്തൊക്കെ മരുന്ന് കണ്ണിനകത്ത് ഇഞ്ചക്ഷനോ എത്ര കോസ്റ്റ്ലി ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാലും ഷുഗർ കൺട്രോൾ മാത്രം പോരവിടെ, അവരുടെ ഇൻസുലിൻ നോർമൽ ആവണം. ഈ ഇൻസുലിനും നമ്മളുടെ ഈ മൈക്രോ ആൻജിയോപ്പതി എന്ന് പറയും, അതായത് ചെറിയ രക്തക്കുഴലുകൾക്ക് ഡാമേജ് വരുത്തുന്നത്. അതിൻ്റെ ഒരു മെയിൻ ഫാക്ടർ ഗ്ലൂക്കോസിനൊപ്പം തന്നെ ഇൻസുലിനും പ്രോബ്ലമാണ്. ഇൻസുലിൻ ഇഞ്ചക്ഷനൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാൻ നമുക്ക് മരുന്നില്ലേ എടുക്കാൻ പറ്റുള്ളൂ, ഇൻസുലിൻ ഇഞ്ചക്ഷനൊക്കെ അല്ലേ. അത് വീണ്ടും അതുകൊണ്ടാണ് അതൊന്നും റിവേഴ്സ് ചെയ്യാൻ പറ്റാത്തത്. ബട്ട് മരുന്ന് വെച്ചുകൊണ്ട് ഇതൊന്നും കറക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട. കുറച്ചൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കുറച്ചൊക്കെ ഇങ്ങനെ അത് പ്രോഗ്രഷൻ, അതായത് ഗ്ലൂക്കോസ് കൊണ്ടുള്ള ഡാമേജിന് നമുക്ക് കുറച്ചുകൊണ്ട് വരാൻ പറ്റും. പക്ഷേ ഇൻസുലിനുള്ള ഡാമേജ് ഗ്ലൂക്കോസിൻ്റെ അത്രയും വരുന്നില്ലായിരിക്കും, പക്ഷേ പാരലായിട്ട് അതും കൂടെ പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ഇൻസുലിൻ ലെവലും കൂടെ നമുക്ക് നോർമലാണ്, നമ്മൾ അതാണ് നോക്കുന്നത്. ഷുഗർ ലെവൽ മാത്രമല്ല, നമ്മൾ ഇൻസുലിനും കൂടെ നോർമൽ ആകുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അത് ഏറ്റവും അതിൽ നമുക്ക് ഹാപ്പി ആക്കാവുന്ന കാര്യം, അതായത് നമുക്ക് സന്തോഷിക്കാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കറക്റ്റായിട്ട് ലൈഫ് സ്റ്റൈൽ നോക്കി ഇൻസുലിനൊക്കെ 300 നിന്നിരുന്നതൊക്കെ കുറച്ചുകൊണ്ടുവരാൻ വളരെ ഫാസ്റ്റായിട്ട് നടക്കും. വിതിൻ 2 വീക്സ് നമ്മൾ നോക്കുമ്പോൾ തന്നെ 300-ൽ നിന്ന് ചിലപ്പം 10-15 വന്നിട്ടുണ്ടാവും. അത്ര ഫാസ്റ്റായിട്ട് കുറയുന്നുള്ളതാണ്. അതുപോലെ ഗ്ലൂക്കോസിൻ്റെ കാര്യം, ഗ്ലൂക്കോസ് കൺട്രോൾ കറക്റ്റായിട്ട് നോക്കി വിതിൻ 24 hours യു ക്യാൻ സീ ദ റിസൾട്ട്. അതൊന്നും നമുക്ക് ഏത് മരുന്നിനും ആ റിസൾട്ട് കിട്ടില്ല. കാരണം നമുക്കറിയാമല്ലോ, നമ്മൾ ഈ ഡയബറ്റീസിനും എല്ലാ ഇതൊക്കെ എടുത്തിരുന്നതാണല്ലോ. അതുകൊണ്ടാണ് നമുക്ക് പറയാൻ പറ്റുന്നത് അത്ര ഫാസ്റ്റ്. കാരണം ഇതെല്ലാം ക്ലിനിക്കൽ, നമ്മൾ മോഡേൺ മെഡിസിനിൽ വരുമ്പോൾ നമ്മൾ എവിഡൻസ് ബേസ്ഡ് ആയിരിക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ടെസ്റ്റ് നോക്കി വെച്ചിട്ടാണ് ഇൻസുലിൻ, C-പെപ്റ്റൈഡ് ഒക്കെ നോക്കിയിട്ടാണ്, അല്ലാതെ ബ്ലൈൻഡായിട്ട് നമുക്കൊന്നും ചെയ്തിട്ട് കാര്യമില്ലല്ലോ, കാരണം അപ്പോൾ തെറ്റുമല്ലോ. അപ്പോൾ കറക്റ്റായിട്ട് ഇൻസുലിൻ ലെവൽ നോക്കി, ആ ഇൻസുലിനും കൂടെ കുറഞ്ഞു വരുന്നുണ്ടോ എന്ന് നോക്കിയാണ് ചെയ്യുന്നത്. അപ്പം ഈ പറഞ്ഞ ഡയബറ്റിസ് ഉള്ള ആള് കൂടെ കിഡ്നിയുടെ പ്രോബ്ലം ഉണ്ട്, പിന്നെ അല്ലെങ്കിൽ ഈ ന്യൂറോപ്പതി പ്രോബ്ലവും ഉണ്ട്, പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ കൊളസ്ട്രോളും ബാക്കിയുള്ള ഇഷ്യൂസ്, BP ഒക്കെ ഉണ്ടാവും. അപ്പം അങ്ങനത്തെ ഒരു ആൾക്ക് ശരിക്കും പറഞ്ഞാൽ എക്സർസൈസ് എന്ന് പറയുന്നത് പൊതുവെ ഒരു ബുദ്ധിമുട്ടായിട്ട് മനസ്സിൽ തോന്നാം. അപ്പം ആ സാഹചര്യത്തിൽ എന്താണ് ആൾക്ക് ചെയ്യാൻ പറ്റുക? എന്താണെന്ന് വെച്ചാൽ എക്സർസൈസ് അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റി വളരെ ഗുണം ചെയ്യും എന്ന് പറയുകയും ചെയ്യുന്നുണ്ടല്ലോ. അതും നമ്മൾ ആരോഗ്യമുള്ള ഒരാളോട് നമുക്ക് എന്ത് എക്സസൈസ് വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ പറയാം. പക്ഷെ ആരോഗ്യം ഇല്ലാത്ത ഒരാളോട് അവരുടെ പല കാര്യങ്ങളും കൂടെ മനസ്സിലാക്കിയിട്ടേ നമുക്ക് ചെയ്യാൻ പറയാൻ പറ്റുള്ളൂ. നമ്മൾ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ നമ്മൾ അതിനൊരു പാറ്റേണിലാണ്
അതിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ബോഡിയുടെ അനുസരിച്ച് ഡിസൈൻ ചെയ്തിരിക്കുന്ന സ്പെഷ്യൽ എക്സസൈസ് പാറ്റേൺ ആണ് കൊടുക്കുന്നത്. അത് കിടന്നുകൊണ്ടല്ല ഇരുന്നുകൊണ്ട് മാത്രം ചെയ്യാനാണ്. നമ്മൾ നടക്കാൻ പോലും ആരെയും അഡ്വൈസ് ചെയ്യുന്നില്ല. എല്ലാവരും ചോദിക്കും ഞാൻ ജിമ്മിൽ പോയിക്കോട്ടെ, അല്ലെങ്കിൽ എനിക്ക് നടക്കാനാണ് ഇഷ്ടം, ഞാൻ നടക്കാൻ. അവർ ഇത്രയും കാലം നടന്നിട്ടൊക്കെ നോക്കിയതല്ലേ. അപ്പം നമ്മൾ പറയാറുള്ളതാണ്, ഇത്രയും നാളും നിങ്ങളെ കൊണ്ട് പറ്റുന്നതെല്ലാം നിങ്ങൾ നോക്കിയിട്ട് ഇത്രയല്ലേ കൺട്രോൾ വന്നിട്ടുള്ളൂ. അപ്പം ഇതിലെന്താ നമ്മൾ ശ്രമിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അത് സ്പെഷ്യൽ പാറ്റേൺ ഡിസൈൻ ചെയ്ത് അത് ആ പാറ്റേണിൽ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഏകദേശം ഒരു 230 ബോൺസ് ഉണ്ട്, അറൗണ്ട് 350 ജോയിൻസ് ഉണ്ട്, ഒരു അറൗണ്ട് 650യോളം മസിൽസ് ഉണ്ട്. ഇതിനെ എല്ലാം ആക്ടിവേറ്റ് ചെയ്യാനാണ് നോക്കുന്നത്. അതിനെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് വോളണ്ടറി ആയിട്ട് ആകെ ചെയ്യാൻ പറ്റുന്ന പണി അതേ ഉള്ളൂ. അത് വെച്ചുകൊണ്ട് വേണം നമ്മൾ ഹോൾ സിസ്റ്റത്തെ നമുക്ക് കൺട്രോൾ ചെയ്യുന്നത് അത് വെച്ചാൽ. അപ്പം നമ്മളുടെ ബോണിയിൽ നിന്നും ഈ ആക്ടിവിറ്റീസിൻ്റെ സമയത്ത് നമ്മുടെ ബോണിയിൽ നിന്നും മസിലിൽ നിന്നും വരുന്ന ഹോർമോൺസ് പോലെയുള്ള കെമിക്കൽസ് ആണ് അത് നമ്മുടെ ബ്രെയിൻ മുതൽ നമുക്ക് ഇവൻ സന്തോഷം തരിക പോലും ചെയ്യും. അപ്പം അത്ര ഇഫക്റ്റാണ് അതിന്. അങ്ങനെ അതുപോലുള്ള ഒരു എക്സസൈസ് പാറ്റേണും അതുപോലെ ഈ ന്യൂട്രീഷൻ എല്ലാം ഉണ്ടെന്ന് ഉറപ്പാക്കുകയും അതുപോലെ ഈ ടോക്സിൻസ് ചെല്ലുന്നില്ല എന്ന് ഉറപ്പാക്കുകയും കൂടി ചെയ്യുന്നതുകൊണ്ടാണ് ഈ റിസൾട്ട് കിട്ടുന്നത്. പക്ഷെ ഒൺലി തിങ് നമ്മൾ ഇതിനകത്ത് ചാലഞ്ച് എന്താണെന്ന് ചോദിച്ചാൽ, അറിയുവില്ലേ നമ്മളെ കൊണ്ട് അത് പറ്റുമോ, രോഗിക്ക് അത് പറ്റുമോ നോക്കാനെന്നാണ്. കൊച്ചു പിള്ളേർ മുതൽ ഇപ്പം പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ കൊച്ചു പിള്ളേർ ഇപ്പം 14 വയസ്സുള്ള പിള്ളേർ മുതൽ മൈനേഴ്സിന് നമ്മൾ പേരൻസും കൂടെ ആരെങ്കിലും വേണമെന്നാണ്. അവരും ഈ ഫുഡും എക്സസൈസും ഒക്കെ ചെയ്യാൻ പറ്റുന്നവരുണ്ട്. പക്ഷെ ഈവൻ 80 വയസ്സിന് മുകളിലുള്ളവരും ചെയ്യുന്നവരുണ്ട്. പക്ഷെ ചിലർക്ക് ആ ഒരു ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടാവില്ല, അവനവന് വേണമെന്നുള്ളതാണ്. നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ പോസിബിളാണ്. അതിപ്പം ഒത്തിരി കാലം ഒന്നും വേണ്ടി വരുന്നില്ല, 3 to 6 months. നമുക്ക് 1 month കൊണ്ട് റിസൾട്ട് അറിയാം. അതാണ് പ്രത്യേകത ഇതിൻ്റെ. നമുക്ക് 1 month അല്ല, 1 week കൊണ്ട് തന്നെ ചേഞ്ചസ് വരുന്ന അറിയാം. 1 week, 2 week, പിന്നെ 30 days, 60 days, 90 days. അതാണ് നമ്മൾ ഇൻറ്റൻസ് ആയിട്ട് മോണിറ്ററിങ് കൊടുക്കുന്ന ഫസ്റ്റ് മന്ത്, പിന്നെ ഒരു 90 days വരെ സെക്കൻഡ് ഫേസ്, പിന്നത്തെ ഒരു തേർഡ് ലെവലായിട്ട് വരുന്നതാണ് 3 to 6 months. അത് കഴിഞ്ഞാൽ മിക്കവാറും പേരെല്ലാവരും തന്നെ ഫ്രീ ആണ്. പിന്നെ ചിലർക്കൊക്കെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ആകണമെന്നുണ്ടാകും. എല്ലാം 6 മാസം കൊണ്ട്, ഈ 60 വർഷത്തെ പ്രശ്നങ്ങളെല്ലാം 6 മാസം കൊണ്ട് അല്ലെ 3 മാസം കൊണ്ട് സോൾവ് ചെയ്യുന്ന കംപ്ലീറ്റ് ആകുമെന്നല്ല. യൂഷ്വലി ഫസ്റ്റ് മന്ത് കൊണ്ട് തന്നെ മരുന്നുകൾ തീരും, മരുന്നുകളുടെ നിന്ന് ഓവർകം ചെയ്യാൻ പറ്റും. പിന്നെ ചിലർക്ക് ചിലപ്പം ഓരോരുത്തരുടെയും ചില സ്പെഷ്യൽ സർക്കംസ്റ്റൻസ് ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ചില കാര്യങ്ങൾ, ചില ബ്ലഡിലെ പ്രത്യേകിച്ച് ഓട്ടോഇമ്മ്യൂൺ ഡിസീസൊക്കെ ഉള്ളവരുടെ എല്ലാ കാര്യങ്ങളും ശരിയായിട്ടുണ്ടാവണമെന്നില്ല. പിന്നെ ക്യാൻസർ പേഷ്യൻസിന് പിന്നെയും മോണിറ്ററിങ് ആവശ്യമാണ്. അവർ തെറ്റിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും വരുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കണം. ഹാർട്ട് പേഷ്യൻസിനാണെങ്കിലും ഒരു 3 to 6 months റിവ്യൂ ചെയ്ത് എല്ലാം കറക്റ്റായിട്ട് പോകുന്നുണ്ടെന്ന് ഉറപ്പാക്കിക്കൊണ്ടിരിക്കണം. അതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷെ യൂഷ്വലി വിതിൻ എ മന്ത് അല്ലെങ്കിൽ മാക്സിമം 2 or 3 months കൊണ്ട് മരുന്നിൽ നിന്ന് ഓവർകം ചെയ്യുക. പിന്നെ ചിലപ്പം ചില റെയറായിട്ട് വല്ലതും വേണ്ടി വരുന്നത് ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ്സും, അതുപോലെ ചില ഓട്ടോഇമ്മ്യൂൺ ഡിസീസിന് ചിലപ്പം ലോ ലെവല്, വെരി ലോ ലെവലിലുള്ള മറ്റേ ഈ ഇമ്യൂണോസപ്രസൻസ് ചിലപ്പോൾ വേണ്ടി വരാം, പ്രത്യേകിച്ച് IgA നെഫ്രോപ്പതി അങ്ങനെയുള്ളവർ സിവിയർ ആയിട്ടുള്ളത്. അത് തന്നെ വളരെ റെയറായിട്ടേ അങ്ങനെ വേണ്ടി വരാറുള്ളൂ എന്നുള്ളതാണ്. ഈ ഡയബറ്റീസിൻ്റെ കേസിൽ പലർക്കും അവരുടെ ഇൻസുലിൻ ലെവൽ ഇപ്പം കൂടുതലാണെന്ന് ഇപ്പം ഡോക്ടർ പറഞ്ഞല്ലോ. അതേസമയം ആ പേഷ്യൻസിന് അതിനെപ്പറ്റി അറിവില്ലാതാനും. ഈ ഇൻസുലിൻ ലെവൽ കൂടുതലാണെങ്കിൽ അത് കിഡ്നീനെ നെഗറ്റീവായിട്ട് ബാധിക്കും എന്ന് കേട്ടിട്ടുണ്ട്. അത് എത്രമാത്രം ശരിയാണ്? ഇൻസുലിൻ ലെവൽ കൂടുമ്പം ഇൻസുലിനെ ഒരു പലതരത്തിൽ ഇൻസുലിൻ കൂടുന്നതുകൊണ്ടുള്ള ദോഷം വരും. ഒന്ന്, നമുക്ക് വിശപ്പ് കൂടും. അപ്പോൾ നമ്മൾ കൂടുതൽ കഴിക്കും. അപ്പോൾ പിന്നെ കൂടുതൽ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോഴേക്കും നമ്മൾ കിഡ്നിക്ക് ഡാമേജിങ് ആവുമല്ലോ. അതുപോലെ ഇതൊരു അനബോളിക് നേച്ചർ, അനബോളിക് സ്റ്റിറോയിഡ് പോലെയുള്ള ഒരു, അതായത് നമുക്ക് ബോഡി ബിൽഡിംഗ് ആണ്. അത് കൊഴുപ്പിനെ ഉണ്ടാക്കാനായിട്ട് നോക്കും. നമ്മൾ കഴിക്കുന്ന എന്ത് സാധനത്തിനെയും അതിനെ ബോഡി ബിൽഡിംഗ് മെറ്റീരിയലാക്കി മാറ്റാൻ നോക്കും. ഗ്ലൂക്കോസിൻ്റെ ഒരു പ്രത്യേകത ഇതാണ്. ഇത് കൂടി നിൽക്കുകയല്ലേ, അപ്പം ഒരുതരം ഗ്രോത്ത് ഹോർമോൺ പോലെയാണ്, അത് ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന പോലെയാണ്. അതുകൊണ്ടാണ് ഇത്തരം പേഷ്യൻസിനെല്ലാം ഇങ്ങനെ ഈ ഇൻസുലിൻ കൂടുമ്പോഴാണ് ഈ കറുപ്പ്, എന്താ
ഈ കഴുത്തിന് ചുറ്റുമൊക്കെ കറുപ്പ് വരുമല്ലോ, കാൻതോസിസ് നൈഗ്രിഗൻസ് എന്ന് പറയും. അതൊരു പ്രീ ഡയബറ്റിക് ആയിട്ടും വരും, ഡയബറ്റീസ് ഉള്ളവർക്കും വരും. അപ്പോൾ ഇൻസുലിൻ കൂടി വരുന്നതിനനുസരിച്ച് ഈ കറുപ്പൊക്കെ കൂടി വരും. അതുപോലെ തന്നെയാണ് നമുക്ക് ഈ പലരുടെ മുഖത്ത് ചീക്ക്, ഫോർഹെഡ്, കക്ഷത്തിൽ അങ്ങനത്തെയൊക്കെ ഉള്ള ഡാർക്ക്നെസ് വരുമല്ലോ, അത് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസുമായിട്ട്, ഇൻസുലിൻ കൂടുന്നതുമായിട്ട് ബന്ധമുണ്ട്. അതിൽ തന്നെ ഈ പാലുണ്ണി പോലെ വരുമല്ലോ, അത് സ്കിന്നിൽ ഓവർ സ്റ്റിമുലേഷൻ വന്ന് അത് ഈ ഇൻസുലിൻ കൂടുന്നത് കൊണ്ടും ഡയബറ്റിക് പേഷ്യൻ്റ് വരുന്ന ഇങ്ങനെ സ്കിൻ ടാക്സ് അല്ലെങ്കിൽ നമ്മൾ പാലുണ്ണി എന്ന് പറയുന്നത്, ഇതൊക്കെ നമുക്ക് കുറഞ്ഞു വരുമെന്നുള്ളതാണ്. നമ്മൾ കറക്റ്റ് ചെയ്ത് ഇൻസുലിൻ ലെവൽ കറക്റ്റ് ചെയ്തായി കഴിയുമ്പോൾ കുറഞ്ഞു വരാനായിട്ട് ടൈം എടുക്കും, പക്ഷെ അതും കറക്റ്റ് ചെയ്യും ഇൻസുലിൻ ഇത് വരുമ്പോൾ. പിന്നെ വൺസ് ഇതെല്ലാം കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അല്ലാത്ത പല മെത്തേഡ്സ് വെച്ചിട്ട് അത് റിമൂവ് ചെയ്യാനും പറ്റില്ല. പക്ഷേ ഇപ്പം അല്ലെങ്കിൽ എന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് റിമൂവ് ചെയ്താലും പിന്നെ അതൊക്കെ കയറി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ ഡയബറ്റീസ് ഉള്ളവരും പ്രഷർ ഉള്ളവരും അത് പോസിബിൾ ആണ്, അത് മനസ്സിലാക്കുക. അത് ജീവിതശൈലി രോഗമാണ്, അത് മരുന്ന് വെച്ച് മാറ്റാൻ പറ്റില്ല. പക്ഷെ ജീവിതശൈലി കറക്റ്റ് ചെയ്താൽ നമുക്കത് മാറ്റാൻ പറ്റുമെന്നുള്ള ഒരു അവബോധം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒത്തിരി വ്യത്യാസം വരും. അപ്പം അതിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഓരോരുത്തരും ചെയ്യേണ്ടത് ഫസ്റ്റ്. ഇപ്പൊ ഈ ന്യൂറോപ്പതി പറയുമ്പോൾ അത് നെർവ് സെൽസിന്റെ കാര്യങ്ങൾ പറയാണല്ലോ. ഈ നമ്മുടെ ബ്രെയിൻ ആണല്ലോ ഏറ്റവും കൂടുതൽ നെർവ് സെൽസിന്റെ സെന്റർ എന്ന് പറയുന്ന. അപ്പൊ ഇതേപോലെ ഈ കാലയിൽ വരുന്ന പ്രശ്നം അങ്ങനെ തലച്ചോറിനെ ബാധിക്കാനുള്ള ചാൻസ് ഇല്ലേ ഡയബറ്റീസുകാർക്ക്? തീർച്ചയായിട്ടും ഡയബറ്റീസുകാർക്കാണല്ലോ അൽഷിമേഴ്സ് ഡിസീസ് വരുന്നത് കൂടുതലും. ഡയബറ്റീസുകാർക്കാണ് പാർക്കിൻസോണിസം വരുന്നത്. ഡയബറ്റീസുകാർക്ക് മെമ്മറി ലോസ് വരാൻ ചാൻസ് കൂടുതലാണ്. ഡയബറ്റിക് ഡെമെൻഷ്യ എന്ന് പറയുന്നത്. അതുപോലെ ഡയബറ്റിക് പേഷ്യൻസ് എപ്പോഴും കൊളസ്ട്രോളിനും കൂടെ മരുന്നെടുക്കുന്നുണ്ടാകും. അതും അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെയും ഇതിനെയും നെഗറ്റീവായിട്ട് ബാധിക്കും. പിന്നെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സ്റ്റഡീസ് കാണിക്കുന്നത് ഈ മൈക്രോ ആൻജിയോപ്പതിയാണ്. പല സ്മോൾ സ്ട്രോക്സ് വരും, അതായത് പക്ഷാഘാതം പോലെയുള്ളത് അറിയില്ല, സൈലന്റ് അറ്റാക്ക്. അത് ഹാർട്ടിനും വരും, ബ്രെയിനിനും വരും. ചെറിയ രക്തക്കൊഴലുകളായിരിക്കും ബാധിക്കുന്നത്. അപ്പം നമ്മളതിൻ്റെ ഇമ്പാക്റ്റ് അറിയില്ല. അങ്ങനെ ചെറിയ രക്തക്കൊഴലുകളെ ബാധിച്ചാണ് നമുക്ക് ഈ ഓർമ്മക്കുറവും ബുദ്ധിക്കുറവും ഒക്കെ വരുന്നത്. കോഗ്നിഷൻ, നമ്മളുടെ ഇൻ്റലിജൻസ് കുറഞ്ഞു വരും. അവനവൻ അറിയുന്നില്ലെങ്കിലും അവരുടെ കൂടെ ഉള്ളവർക്കറിയാം. പഴയ ആ ബുദ്ധിയും വിവേകവും ഒന്നും കാണിക്കുന്നില്ല. പിന്നെ ഒരു ബിഹേവിയറൽ അബ്നോർമാലിറ്റി. ഡയബറ്റിക് പേഷ്യൻസും ഇങ്ങനെ പ്രഷറുള്ളവരും ശ്രദ്ധിച്ചാൽ മതി. അവർ ഭയങ്കര പ്രഷറുള്ളവർക്ക് ഭയങ്കര ഇറിറ്റബിലിറ്റി ആയിരിക്കും. ഇവർക്ക് ഇങ്ങനത്തെ പേഷ്യൻസിന് രണ്ട് രീതിയിലും വരാം. ഇറിറ്റബിലിറ്റിയും വരാം, ഡിപ്രഷനും വരാം. അതുപോലെ ഇമോഷണൽ ഇംബാലൻസ് വരാം. ഇതിൻ്റെ എല്ലാം കാരണം ബ്രെയിനിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് കുറച്ച് നാൾ കൂടി വന്നു കഴിയുമ്പോൾ പിന്നെ എന്തെങ്കിലും ഒരു ഇച്ചിരി കൂടെ മേജർ അറ്റാക്ക് വരുമ്പോഴാണ് നമ്മൾ പോയൊരു MRI ഒക്കെ ചെയ്ത് നോക്കുന്നത്. MRI ചെയ്ത് നോക്കാമെന്നല്ലാതെ അതിനൊന്നും ഒന്നും ചെയ്യാനില്ല. MRI നോക്കുമ്പം ബ്രെയിൻ ചുരുങ്ങിയതായിട്ട് കാണും, അത്രയേ ഉള്ളൂ. അതിനൊന്നും ഒരു മരുന്നും ചെയ്തുകൊണ്ടൊന്നും കാര്യമില്ല. പിന്നെ ഓരോരോ ട്രയൽ ആൻഡ് എറർ എന്നുള്ളത് പോലെ എല്ലാത്തിനും കുറേ മരുന്നുകളുണ്ടല്ലോ. അതിലേതെങ്കിലും ഇപ്പം മരുന്നില്ല എന്ന് ഡോക്ടർക്ക് പറയാൻ പറ്റില്ല. ഒരു പേഷ്യൻ്റ് വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ആശ്വാസം കൊടുക്കണ്ടേ. അപ്പം പഴയ കാലത്തൊക്കെ ആണെങ്കിൽ കൂടുതലും ഇപ്പോൾ ഈ ന്യൂറോളജിക്കൽ പ്രോബ്ലംസ്, ഞാൻ 40 years ബാക്ക് നമ്മൾ MBBS-നൊക്കെ പഠിക്കുന്ന കാലത്ത് ന്യൂറോളജി വിഭാഗത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഇരുന്ന് ആലോചിക്കുമ്പോൾ നമ്മൾക്ക് തന്നെ അവിടെ ആകെ കൊടുക്കുന്ന ബി കോംപ്ലക്സാണ്, വേറെ ഒന്നും കൊടുക്കാനില്ല. ന്യൂറോളജിക്ക് അന്ന് ആകെ ഉള്ളത് ഇതാണ്. ഇന്നിങ്ങനെ കുറേ മരുന്ന് കൊടുക്കുന്നുണ്ടെന്നല്ലാതെ കാര്യമായിട്ടൊന്നും അതൊക്കെ ഇപ്പം സൈക്യാട്രിക്, ഇന്നും സൈക്യാട്രിക് പേഷ്യൻസ് ഉണ്ട്, അന്നും സൈക്യാട്രിക് പേഷ്യൻസ് ഉണ്ട്. പക്ഷെ കാര്യമായിട്ട് സൈക്യാട്രിക് പേഷ്യൻസിൻ്റെ എണ്ണം കുറയുന്നുണ്ടോ? ഡയബറ്റിക് പേഷ്യൻസിൻ്റെ എണ്ണം, നമ്മൾ മരുന്നുകളുടെ എണ്ണം കൂടുന്നുണ്ട്, പക്ഷെ രോഗികളുടെ എണ്ണം കൂടുന്നില്ല. രോഗികളുടെ എണ്ണം കൂടുക, മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരുടെ എണ്ണം കൂടുകയാണ് ചെയ്യുന്നത്. അപ്പം ആ കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. ഇതെല്ലാം ജീവിതശൈലി രോഗമാണ്. മരുന്നുകളുടെ എണ്ണം കൂടി, കൂടുതൽ പുതിയ മരുന്ന് വന്നു കരുതി നമ്മുടെ രോഗം മാറാൻ പോകുന്നില്ല. നമുക്ക് പക്ഷെ രോഗം മാറ്റാൻ പറ്റും. നമ്മുടെ ജീവിതശൈലി, അതായത് നമ്മുടെ ജീവിതശൈലി ഇപ്പം നമ്മൾ 40 വർഷം മുമ്പ് ജീവിച്ചിരുന്ന പോലെയല്ല. അന്നൊക്കെ വിരലിലെണ്ണാനുള്ള ആൾക്കാർക്കാണ് കാറുള്ളത്, വെരി ഫ്യൂ. ഇന്നാണെങ്കിലോ എല്ലാവർക്കും 2 കാർ, ഒരു വീട്ടിൽ 2 കാറില്ലാത്ത
കുടുംബങ്ങൾ കുറവായിരിക്കും. അറ്റ്ലീസ്റ്റ് 1-2 ടൂ വീലർ ഉണ്ടാവും. അങ്ങനെ ഇല്ല. അന്നൊക്കെ വെരി റെയറാണ് കാറ്. അതുപോലെ തന്നെ ബൈക്കും എല്ലാം റെയറാണ്. അപ്പം നമ്മൾ അത്രയും ഫിസിക്കൽ ആക്ടിവിറ്റി വരുന്നുണ്ടായിരുന്നതാണ്. അതുപോലെ വാഷിംഗ് മെഷീനോ ഒന്നുമില്ല. 40 years ബാക്ക് ദർ നോ വാഷിംഗ് മെഷീൻ, മിക്സി ഒന്നുമില്ല. അപ്പം ആ കാലത്തുനിന്ന് നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിയുമ്പം ആ ജീവിതശൈലി അവിടെ മാറിയതനുസരിച്ച് നമ്മുടെ ഫുഡ് ഹാബിറ്റ്സും എക്സസൈസ് പാറ്റേൺ, അന്നൊരു എക്സസൈസും ചെയ്ത് വ്യായാമം യോഗ ഒന്നും ചെയ്തില്ലെങ്കിലും നമ്മൾ ഇതായി പോകും. ഈവൻ അന്ന് പോലും ഞാൻ ഓർക്കുന്നു, ഞങ്ങളൊക്കെ MBBS പഠിക്കും ഫസ്റ്റ് ഇയറിൽ ആക്ച്വലി വി ഹാഡ് യോഗ ക്ലാസ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഇയറിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ട്രെയിനർ ഉണ്ടായിരുന്നു. അപ്പൊ അത്ര കെയർ അന്നത്തെ 40 years ബാക്കിന് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നു. കേരളത്തിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അന്ന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇന്ന് അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എനിക്കറിയില്ല. ഇങ്ങനെയുള്ള മെഡിക്കൽ കോളേജുകളിലൊക്കെ അങ്ങനത്തെ ഇത് കൊടുക്കുന്നുണ്ടോയെന്നും അതുപോലെ പിള്ളേർ അതൊക്കെ ഫോളോ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടോയെന്നും അറിയത്തില്ല. കാരണം ഇപ്പം എനിക്ക് പലപ്പോഴും ഡോക്ടേഴ്സിനെ കാണുമ്പോൾ ഭയങ്കര വിഷമം തോന്നാറുണ്ട്. കൊച്ചു പിള്ളേർ പോലും ഭയങ്കര ഓവർ വെയിറ്റും ആയിട്ടിരിക്കുന്നു, മെഡിക്കൽ സ്റ്റുഡൻസും ഡോക്ടേഴ്സിൻ്റെ ഇടയിൽ. അപ്പം പിന്നെ ജനറൽ പോപ്പുലേഷൻ്റെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം അത്ര നമ്മളുടെ ജീവിതശൈലി മാറുന്നതനുസരിച്ച് നമ്മളുടെ പാറ്റേൺ, ലൈഫ് പാറ്റേണും കൂടെ മാറ്റിയില്ലെങ്കിൽ നമ്മളുടെ ഹെൽത്ത് ഡിറ്ററേറ്റ് ചെയ്യും. നമ്മുടെ ലൈവിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയും അടുത്ത ആഴ്ച ഇതേ സമയം വേറൊരു വിഷയവുമായിട്ട് വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.